ഗവർണർക്ക് എന്താ അധികാരമുള്ളത്? അവിടെ പിന്നെ ഒരു വനിതയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്ത് കൊണ്ടുവച്ച് അത് ഗവൺമെൻറ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാൻ എന്താ അധികാരം ഗവർണർക്ക്? അവിടെ ഇപ്പോൾ ഒരു മഹാത്മാഗാന്ധിയുടെ പടം വച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുട്ടികൾക്ക് പഠിക്കേണ്ടതാണ് മഹാത്മാഗാന്ധി. ഒരു വനിതയുടെ ഒരു വനിതയുടെ പടം കൊടുത്തിട്ട് ഇത് RSSൻ്റെ കൊടിയും കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും? ഇതുപോലുള്ള ഗവർണർമാരായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നാളെ മുഖ്യമന്ത്രിയുടെ എൻ്റെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ ഓഫീസിന് മുന്നിൽ കാർൽ മാർക്സിൻ്റെ, എംഗൽസിൻ്റെയും ലെനിൻ്റെയും നമ്മുടെ CPMൻ്റെ നേതാക്കന്മാരുടെ പടമെല്ലാം കൊണ്ട് വെച്ച് ദിവസവും എല്ലാ ജീവനക്കാരും വന്ന് പൂവിട്ട് നമസ്കരിച്ചിട്ട് മാത്രമേ സീറ്റിലിരിക്കാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനിച്ചാൽ. നമസ്കാരം. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മനസ്സിലേറ്റുന്നവർക്ക് ഇന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാതെ വിട്ടുപോകാനാകില്ല. ആരാണ് ഭാരതത്തിൻ്റെ പ്രതീകം നിർണയിക്കുന്നത്? ഭരണഘടനയോ അതോ RSSോ? ദേശീയ പതാകയെ മറികടന്ന് കാവിക്കൊടിയേന്തുന്ന ഭാരതാംബയുടെ ചിത്രമാണോ ഭരണഘടനാ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പ്രദർശിപ്പിക്കേണ്ടത്? ഏത് ഭാരതത്തെ മനസ്സിലാക്കാനാണ് ഗവർണറും രാജ്ഭവനും തയ്യാറെടുക്കുന്നത്? രാജ്ഭവൻ RSS ശാഖയായി അധപ്പതിപ്പിക്കുന്നത് ആരുടെ കളിയാണ്? പാഠപുസ്തകങ്ങളിൽ നിന്നും ഗാന്ധിയെ വെട്ടിമാറ്റുന്നവർ പകരം കൊണ്ടുവരുന്ന പ്രതീകങ്ങളെ ചുമക്കാനുള്ള ബാധ്യത ഒരു ഇന്ത്യക്കാരനും ഇല്ല എന്ന് വിളിച്ചു പറയുകയാണ് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി V ശിവൻകുട്ടിയിലൂടെ കേരളം. ഭരണഘടനയുടെ കൂടെ നിൽക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ഗവർണറോ? കേരളത്തിലെ വിദ്യാർത്ഥികളെ ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ഗവർണറുടെ അധികാരങ്ങളെയും അതിൻ്റെ പരിധിയെയും കുറിച്ചുള്ള പാഠങ്ങളാണ്. പക്ഷേ ആ പാഠങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ആരാണ് എന്ന് വിദ്യാർത്ഥികൾ കേരളം മുഴുവൻ ബാനർ എഴുതി ചോദിക്കുന്നുണ്ട്. BJPയുടെ ഫേസ്ബുക്ക് പേജ് പറയുന്നത് ഒന്ന്, തെരുവിലിറങ്ങുന്ന BJP പ്രവർത്തകർ പറയുന്നത് മറ്റൊന്ന്. ഇവർക്ക് തന്നെ ആശയക്കുഴപ്പമെങ്കിൽ ആരാണ് സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാജ്ഭവനിൽ ആരെ പൂജിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? RSSൻ്റെ ആജ്ഞപ്രകാരമാണോ കേരളം നയിക്കപ്പെടേണ്ടത്? ഭരണഘടനയുടെ വഴിയോ കാവിയുടെ വഴിയോ രാജ്യത്തെ സ്നേഹിക്കുന്നവർ തുടരേണ്ടത്? ഇനി ഗവർണർ പഠിക്കുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: ഡോക്ടർ A. സമ്പത്ത്, മുൻ ലോക്സഭാംഗം, CPIM നേതാവ്; വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്; മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ഷാബു പ്രസാദിലേക്കാണ് പോകുന്നത്. ശ്രീ ഷാബു പ്രസാദ്, ഈ ഭരണഘടനയുടെ ചുമതലകളും അതിൻ്റെ പരിധികളുമൊക്കെ പഠിക്കേണ്ടവർ, അത് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണിപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത്. ഒരു സർക്കാർ പരിപാടിയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ചില പ്രതീകങ്ങൾ അനധികൃതമായി പ്രദർശിപ്പിക്കുന്നത് നിരപേക്ഷ ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുസൃതമാണോ? ഇവിടെ എന്താണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളതിനാൽ? ഭരണഘടനാ വിരുദ്ധത എന്താണുള്ളത്? എന്നോടാണ് ചോദ്യമെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള, ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരു പൊതുപരിപാടിയിൽ രാജ്യത്തിൻ്റെ പ്രതീകമാണ് എന്ന രീതിയിൽ ഒരു കാവിക്കൊടി ഏന്തിയ ഒരു സ്ത്രീയുടെ ചിത്രം ഗവർണർ പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ മറ്റ് മന്ത്രിമാരൊക്കെ അംഗീകരിക്കണമെന്ന രീതിയിൽ അതുണ്ടാകുമെന്ന് നിഷ്ഠയോടുകൂടി പ്രദർശിപ്പിക്കുന്നു. അതാണ് ഭരണഘടന പറയാത്ത കാര്യം. അല്ല, ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ശരി. ഇതിന്റെ അകത്തെ ഭരണഘടനാ വിരുദ്ധത എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഭരണഘടനാ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു പൊതുപരിപാടിയിൽ എല്ലാ ആളുകളെയും ഒരുപോലെ കാണേണ്ട, എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണേണ്ട ഭരണഘടനാ തത്വങ്ങളെ, മൂല്യങ്ങളെ അവിടെ അംഗീകരിക്കുന്നില്ല. ഈ കാര്യത്തിൽ ഇതാണ് ഭാരതത്തിൻ്റെ പ്രതീകം എന്ന രീതിയിൽ പൊതുവെ ഭാരതം അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല അത്. അതിൽ തർക്കമുള്ളതാണ്. അല്ല, ഞാനൊരു കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിന്റെ എംബ്ലത്തിൽ നിന്ന്
ആനയെയും ഈ ഇവിടുത്തെ ശംഖിനെയും, അതായത് ആ ഹൈന്ദവ പ്രതീകങ്ങളെയും മുഴുവനും മാറ്റണം. നിങ്ങൾ എതിർത്തോളൂ, അതും കൂടി മാറ്റണം. നിങ്ങൾ അത് എതിർത്തോളൂ, പറ്റുമോ? നിങ്ങൾ എതിർത്തോളൂ, പറ്റില്ലല്ലോ. നിങ്ങൾ എതിർത്തോളൂ. ഇവിടെ നമ്മുടെ പാർലമെന്റിലും ഇവിടെയും എഴുതി വച്ചിരിക്കുന്ന സത്യമേവ ജയതേ എന്ന് പറയുന്ന ഉപനിഷത്ത് വാക്യവും മാറ്റണം. ഭരണഘടനയിൽ തന്നെയുള്ള ശ്രീരാമന്റെ ചിത്രം മാറ്റണം. ഈ രാജ്യത്തിന്റെ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് ഈ അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ആ ഭഗവധ്വജം, ആ കാവിക്കൊടി. അത് RSSന്റെ പതാക ആയതുകൊണ്ടല്ല. RSS വരുന്നത് 1925-ലാണ്. ഭരണഘടന ഉണ്ടാകുന്നത് 1950-ലാണ്. ഈ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പും RSS ഉണ്ടാകുന്നതിന് മുമ്പും ഭാരതം എന്ന സങ്കല്പം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഭാരതത്തിന്റെ മാനബിന്ദുവായ ഒരു പതാകയെ ആണ് RSS അതിന്റെ കൊടിയായിട്ട് സ്വീകരിച്ചത്. അല്ലാതെ അത് RSSന്റെ കൊടിയായതുകൊണ്ട് അല്ല, RSS സ്വീകരിച്ച ആ കൊടി ഗവർണർ, ഈ ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ രാജ്ഭവനിൽ പൊതുപരിപാടിയിൽ അത് അങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് എങ്ങനെയാണ് ഭരണഘടനാനുസൃതമാകുന്നത്? അല്ല, അത് ഭരണഘടനാ വിരുദ്ധതയുമല്ല. ആ കൊടി ഭാരതത്തിന്റെ പ്രതീകമാണ്, ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെയും ധാർമ്മിക പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ് എന്ന് വിശ്വസിക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട്. അത് RSS ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ തള്ളിക്കളയേണ്ടത് അത് ഗവർണർക്കല്ല, ഗവർണർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു വക്താവിന് വിശ്വസിക്കാം. ഒരു ഗവർണർ അങ്ങനെ വിശ്വസിക്കണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. അല്ല, ഗവർണർ വിശ്വസിക്കുന്നത് ഭാരതത്തിന്റെ പാരമ്പര്യത്തിലാണെന്നേ. ആ ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രതീകമാണത്. അല്ല, ഭാരതത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടെന്നേ. അപ്പൊ അവരെല്ലാവരും, അവരൊക്കെ നാളെ ഗവർണർമാരാകാം. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കും, ഭരണഘടന അനുസരിച്ച് അവർ പെരുമാറും. അല്ല, ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും എല്ലാം വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. CPM-ന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്വതന്ത്ര ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ രക്തസാക്ഷി ഉണ്ടായത് എങ്ങനെയാണ്? ത്രിവർണ്ണ പതാക വലിച്ചു കീറി അവിടെ ചെങ്കൊടി നാട്ടാൻ കയറിയപ്പോ പോലീസ് വെടിവെച്ച് കൊന്നിട്ടാണ് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ രക്തസാക്ഷി ഉണ്ടാവുന്നത്. ഇവിടുത്തെ ഇത് എന്തൊരു ഭരണഘടനയാണിത്? അപ്പിടി ഇപ്പിടി എന്ന് പറഞ്ഞ പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരു മന്ത്രി ഈ നാട്ടിൽ ഭരിക്കുന്നുണ്ട്, ഇപ്പോഴും മന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഈ നാട്ടിൽ ഇതുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്ന് വിശ്വസിക്കപ്പെടുന്ന, ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്ന, ഗവർണറും വിശ്വസിക്കുന്ന ആ ഒരു പ്രതീകത്തിനെ രാജ്ഭവനിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രദർശിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച് ഈ രാജ്യത്ത് കുറെ പേർ വിശ്വസിക്കുന്ന, ഒരു ഭൂരിപക്ഷ വിഭാഗങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും പ്രതീകത്തെ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച് അടിച്ചേൽപ്പിച്ച് സംസ്ഥാനത്തെ മന്ത്രിമാർ ഇതനുസരിച്ച് ഇതിനെ വണങ്ങി വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയാനാകുമോ? അങ്ങനെ ഏത് വകുപ്പ് അനുസരിച്ചാണ്, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ആ ഡിസ്ക്രിഷൻ? അംഗീകരിക്കേണ്ടാത്തവർ അംഗീകരിക്കേണ്ടെന്നേ. ഇത്ര വലിയ വിഷമമുള്ളവർ അങ്ങോട്ട് പോകണ്ടെന്നേ. അതൊക്കെ തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള അതാണോ വേണ്ടത്? അതോ അങ്ങനെ അല്ലാതെ ഈ പറയുന്ന RSSന്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രതീകത്തെ അവിടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മാറിയേക്കാം എന്ന് ഗവർണർ വിചാരിക്കുന്നതല്ലേ കുറച്ചുകൂടെ ഭരണഘടനാനുസൃതം? ഗവർണർക്ക് തൽക്കാലം അങ്ങനെ വിചാരിക്കാൻ സൗകര്യമില്ല. തൽക്കാലം നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതി. അതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രേ സൗകര്യമുള്ളൂ, ഇതാണ് അല്ലേ? അത്രേ സൗകര്യം. അതാണ്. അപ്പോൾ ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ ഭരണഘടനയുടെ ചോദ്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ചോദിച്ചു, അതിനൊക്കെ മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷെ അവസാനം വന്നപ്പോൾ ഭരണഘടനയിൽ വകുപ്പില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇത്രേ സൗകര്യമുള്ളൂ എന്നാണ്. ഇന്നത്തെ രീതി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇനി മുന്നോട്ട് കാര്യങ്ങളെ കാണേണ്ടത് എങ്കിൽ ഭരണഘടനയുടെ ചുമതലകളും അതിൻ്റെ പരിധികളും ഒക്കെ ഇനി കുട്ടികളെ പഠിപ്പിച്ചേക്കാമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെയാകുമെന്ന് കരുതേണ്ടതുണ്ടോ? ഇത് പഠിക്കേണ്ട ആളുകൾ വേറെയല്ലേ? ലാൽ, നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ഷാബു പ്രസാദിന് വലതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള മേലങ്കി അണിഞ്ഞുകൊണ്ട്
ഈ ഹാർഡ് കോർ RSS എന്നുള്ളതല്ല, അതിനേക്കാൾ മൂത്തതായിട്ടുള്ള ഈ അണലി മുറ്റിക്കഴിയുമ്പോൾ കൊമ്പേറിയായി മാറുമെന്ന് പറയുന്നത് പോലെ, ഞാനീ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വല്ലാതെ ക്ഷോഭമെല്ലാം വരുന്നുവെങ്കിൽ ആ ക്ഷോഭത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ആ ക്ഷോഭത്തെ പുഞ്ചിരി കൊണ്ട് മറയ്ക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഇവിടെ ഈ പറഞ്ഞതായ ശ്രീ ആർലേക്കർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പരിപാടി അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിൽ നടത്താം, അതാർക്കും നടത്താം. നമ്മളാരെങ്കിലും എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ തീന്മേശയിൽ വീട്ടിനകത്താരും ഒളിഞ്ഞു നോക്കേണ്ടതില്ല എന്നുള്ളത് പോലെ തന്നെ നമ്മുടേതായ ശൗചാലയങ്ങളിൽ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും ബാത്റൂം സിംഗേഴ്സായി എന്തെല്ലാം പാട്ട് പാടുന്നു എന്നുള്ളതും നമ്മളെന്താണ് അവിടെ നമ്മുടെ ക്രയവിക്രയങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ ആരും പീപ്പിംഗ് ടോമായി വരേണ്ടതില്ല എന്നുള്ളതും, മാധ്യമങ്ങൾ ഉൾപ്പെടെ അങ്ങനെ വരേണ്ടതില്ല എന്നുള്ളതും, ആരുടെയെങ്കിലും അവരുടെ സ്വകാര്യ കിടപ്പറകളിൽ അവർ ഏത് വേഷത്തിലാണ് കഴിയുന്നത് എന്നുള്ളത്, അതല്ല പരിപൂർണ നഗ്നരായിട്ടാണോ, ഇതൊന്നും ആരും അറിയേണ്ടതില്ല എന്നുള്ള കാര്യം, അതൊക്കെ ശരിയായ കാര്യങ്ങൾ. എന്നാൽ രാജ്ഭവൻ എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണ്. അതാണ് ഗവർണർ എന്നുള്ള പ്രതിനിധിയായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. നാം ഒരു ഭരണഘടന നിലവിലുള്ള രാഷ്ട്രത്തിലാണ്. സഖാവ് ശിവൻകുട്ടി പറഞ്ഞ കാര്യം, ഇന്ത്യ എൻ്റെ രാഷ്ട്രമാണ്, അത് തെറ്റാണ് എന്ന് പറയാൻ ഷാബു പ്രസാദിനോ അല്ല ശിവൻകുട്ടിക്കെതിരായി പ്രകടനം നടത്തിയതായിട്ടുള്ള ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഭാരതം എൻ്റെ രാഷ്ട്രമാണ്, ഇന്ത്യ എൻ്റെ രാഷ്ട്രമാണ് അല്ല എന്നവർ പറയുമോ? പറയില്ലല്ലോ. ശിവൻകുട്ടി പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയല്ലേ? ഈ ഭരണഘടന നമ്മുടെ എല്ലാം ഭരണഘടനയാണ്. അങ്ങനെയാണ് ഈ ഭരണഘടന എന്നുള്ളത് ദ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ ഈ രാത്രി പകലാക്കിയിരുന്ന ആ ഒരു കാലത്ത് ലോകത്തിൽ പലയിടങ്ങളിലുമുള്ള ഭരണഘടനകളും ഈ രാജ്യത്തുണ്ടായിരുന്ന നമ്മുടെ പുതുതായി പിറവിയെടുത്തൊരു രാഷ്ട്രമാണ്. ഇത് അഖണ്ഡ ഭാരത സങ്കല്പമല്ല, നമുക്ക് പറയാനായി വളരെ എളുപ്പമാണ്. ഈ നാട്ടിൽ നടത്തിയതായിട്ടുള്ള വെട്ടും കുത്തും കൊലപാതകവും അത്തരത്തിലുള്ള തമ്മിൽ തല്ലുകളെന്ന് ഒരു പക്ഷേ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതായിട്ടുള്ള യുദ്ധങ്ങൾ, മഹായുദ്ധങ്ങൾ പലതും നടത്തിയ നാടുവാഴികളും രാജാക്കന്മാരും ആർക്ക് വേണ്ടിയായിരുന്നു നടത്തിയതെല്ലാം? ആർക്ക് വേണ്ടിയായിരുന്നു? ചേരചോള പാണ്ഡ്യന്മാരുടെ കാലത്തും അതുപോലെ ചാലൂക്യന്മാരുടെ കാലത്തും സിന്ധ്യ രാജകുടുംബവുമായി ബന്ധപ്പെട്ടും പഴയ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടും ഇതെല്ലാം എങ്ങനെയാണ് നടന്നത്? നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നടക്കുന്നതിന് മുമ്പ് അമൂർത്തമായ ഒരു സങ്കല്പം മാത്രമായിരുന്ന ഒരു ഭൂഖണ്ഡം, ഒരു ഉപഭൂഖണ്ഡം, അത് അത്തരത്തിലൊരു രാഷ്ട്രമായി മാറുകയും ഒരു കോൺസെപ്റ്റ് ഓഫ് നേഷൻഹുഡ് എന്നുള്ളതിലേക്ക് വരികയും അങ്ങനെ ഒരു രാഷ്ട്രം പുതുതായി പിറവിയെടുക്കുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും ജുഡീഷ്യറിയുടെയും അധികാരങ്ങളെ സംബന്ധിച്ച് നിർവചിക്കുകയും അവിടെ പ്രജകളല്ല പൗരന്മാരായി മാറുകയും ചെയ്യുകയാണ്. നമ്മുടെ ചങ്ങാതി ഷാബു പറയുന്ന അനുസരിച്ചാണെങ്കിൽ എല്ലാവരും പ്രജകളാണ്. പഴയ വൈസ്രോയുടെ കാലത്ത് അങ്ങനെ നമുക്കെല്ലാം തന്നെ ഇവിടെ വൈസ്രോയുടെ ഏജൻറ്റുമാരായി ഉണ്ടായിരുന്ന റെസിഡൻറ്റുമാരുടെ എല്ലാം മുമ്പിൽ അവർക്കും കുമ്പിട്ട് നിൽക്കുന്ന ചില മഹാരാജാക്കന്മാരും അവരുടെ പ്രജകളായി വോട്ടവകാശം പോലും ഇല്ലാത്തവരും ഉണ്ടായിരുന്ന കാലത്തു നിന്ന് മാറി നമ്മളെല്ലാവരും പൗരന്മാരായി. ഈ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും പൗരന്മാരെ തുല്യരായി കണക്കാക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ചിലരെങ്കിലും വിശ്വസിക്കുന്ന അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവർ തുല്യരല്ല അവരുടെ അനുഭവത്തിൽ എന്ന്. ഞാൻ ഈ പറഞ്ഞത് ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടനാ പ്രസംഗത്തിൽ നിന്നാണ്. ഇനി ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ഭരണഘടന പഠിക്കണം, കുട്ടികൾ മാത്രമല്ല ഗവർണർമാരും പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ 6-ാം ഭാഗത്തിൽ ദി സ്റ്റേറ്റ്സ് എന്നുള്ളതിനകത്ത് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്താണ് ആർട്ടിക്കിൾ 153 ഇന്ത്യയിലെ ഗവർണർമാരെ കുറിച്ച് പറയുന്നത്. ആ ഗവർണർമാരുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെക്കുറിച്ച് 154 പറയുകയും 155 രാഷ്ട്രപതി എങ്ങനെയാണ് ഈ ഗവർണർമാരെ നിയമിക്കുന്നത് എന്നുള്ളതും പറയുകയാണ്. ഇവിടെ ഗവർണർമാരുടെ യോഗ്യതകളെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ ഒരു കാര്യം ഈ ഭരണഘടനയിൽ ഇതുവരെ പറയാതെ പോയിട്ടുള്ളത്, അത് ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുന്ന ആളുകൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ബാധകമായത് ഗവർണർമാർക്ക് ബാധകമല്ല. അതെന്താണെന്നറിയാമോ ഡോക്ടർ ലാലെ? തലയ്ക്ക് വെളിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ യോഗ്യത പറയുന്നില്ല എന്നുള്ളതാണ്. ഇനി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 159 ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാബു പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിക്കുന്നത് ഈ പറയുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ്. ഇംഗ്ലീഷിലുള്ള ഭരണഘടനയുടെ പതിപ്പിൽ നിന്ന് ഞാൻ വായിക്കാം. ഇതിൻ്റെ സത്യപ്രതിജ്ഞ എങ്ങനെയാണ് ശ്രീ ആർലേക്കർ അടക്കം നടത്തിയത്? ഇവിടെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ള ആർലേക്കറുടെ മുഴുവൻ പേരും വായിച്ചിട്ട് ഡു സ്വയർ, അത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ആവാം, സോളംലി അഫേം ആവാം, that I will faithfully execute the office of governor or discharge the functions of governor of the state of Kerala and will to the best of my ability preserve,
protect and defend the constitution and the law, and that I will devote myself to the service and well-being of the people of the state of Kerala. ശരി, അപ്പോൾ ഇതാണല്ലോ സത്യപ്രതിജ്ഞ. ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു കാര്യം ആർട്ടിക്കിൾ 163 പറയുകയാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ. ഭരണഘടനയാണ് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? there shall be a council of ministers with the chief minister at the head to aid and advise the governor in the exercise of his functions. ഇത് യൂണിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളതിൻ്റെ ഡിറ്റോ പതിപ്പാണ്. രാഷ്ട്രപതിക്ക് അധികാരങ്ങളുണ്ട്, സുപ്രീം കമാൻഡർ ഓഫ് ദ ആർംഡ് ഫോഴ്സസ് ആണ് എന്നുള്ളത് കൊണ്ട് യൂണിയൻ ക്യാബിനറ്റിൻ്റേതായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ ഗവർണർമാർ ഭരിക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ അന്തിമമായി പറഞ്ഞിട്ടും അതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടും എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്നുള്ള നിലയിലേക്ക് പല ഗവർണർമാരും പെരുമാറിയതുകൊണ്ട് പറഞ്ഞു അപ്പോഴും ഇത് തന്നെ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇവിടെ ഭാരതാംബയുടെ ചിത്രം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പറയുകയാണല്ലോ. അതൊന്ന് പ്രിയപ്പെട്ട ഷാബു, ഇതാണല്ലോ വിശ്വവിഖ്യാതമായ ചിത്രം. അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ചതായിട്ടുള്ള ചിത്രം, വിശ്വവിഖ്യാതമായ ചിത്രം. നോക്കൂ, ഇവിടെ ഈ ഭാരതാംബയുടെ കയ്യിലുള്ളതെല്ലാം തന്നെ വിജ്ഞാനത്തിൻ്റെ അല്ലേ, പുരോഗതിയുടെ, സമൃദ്ധിയുടെ ഒക്കെ അടയാളങ്ങളാണ്. സൗമ്യശീലയായ ഭാരതാംബ അല്ലേ, ഇതാണല്ലോ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് അങ്ങനെ നമ്മുടെയെല്ലാം ഈ പൂർവികരെയെല്ലാം ഒരുമിപ്പിക്കുന്നതിന്, അവരുടെയെല്ലാം ആ സിരകളിൽ ഒഴുകുന്ന ചോരയെ അതിനെ തിളപ്പിക്കുന്നതിന് ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചൊരു പുതിയ സങ്കല്പത്തിലേക്ക്. ഇനി ഇതും ഒരു ഭാരതാംബയുടെ ചിത്രമാണ്. ഇതും പല ആളുകളും പ്രചരിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇതും ത്രിവർണ്ണ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രവും ചുറ്റുവട്ടത്തായി അത്തരത്തിൽ മഹാരഥന്മാരുടെ ചിത്രവും വെച്ച് ഇതും പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഇതെവിടെയാണ്? ഈ കാവിക്കൊടിയേന്തിയതായ ഒരു വനിതയുടെ ചിത്രം, ആ വനിതയുടെ ചിത്രം ഇവിടെ നിന്ന് കടമെടുത്തതാണ് എന്ന് കൂടി അറിയണം. അത് ബ്രിട്ടനിലെ ചക്രവർത്തിനിയെ പ്രകീർത്തിച്ചുകൊണ്ട് അപ്പുറത്ത് ബ്രിട്ടാനിക്ക അത്തരത്തിൽ ഒരു ചിത്രം, ആ ചിത്രത്തിൽ നിന്നാണ്. എവിടെ? സിംഹം. എവിടെ? ബ്രിട്ടൻ്റെ. ഇവിടെ ഈ പറയുന്ന ശ്രീ ആർലേക്കർ വെച്ച ചിത്രം ഇന്ത്യയുടെ ദേശീയ മൃഗമാണോ? അത് ആണോ? കടുവയല്ലേ ഇന്ത്യയുടെ ദേശീയ മൃഗം? മയിലല്ലേ ഇന്ത്യയുടെ ദേശീയ പക്ഷി അല്ലേ? അപ്പോൾ ഒരു രാജ്ഭവനിൽ ഇത്തരത്തിൽ ഇന്ത്യയുടേതല്ലാത്തൊരു ഭൂപടം തെറ്റായി വരച്ചുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നിട്ട് മുന്നിൽ അത്തരത്തിലൊരു സ്ത്രീയുടെ ചിത്രവും എന്നിട്ട് കാവിക്കൊടിയും അത്തരത്തിലാണ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഭരണഘടന നിഷ്കർഷിക്കുന്നതായ ഒരു കാര്യവുമല്ല. ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യത്തിന് ഇത്തരത്തിൽ രാജ്ഭവനുകളെ വേദിയാക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കട ഉദ്ഘാടനത്തിന് പോകാം, മറ്റ് ചടങ്ങുകൾക്ക് പോകാം, സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റെവിടെയെങ്കിലും വേണമെങ്കിൽ ഒരു ഹാൾ വാടകയ്ക്ക് എടുത്ത് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കാം. ഞാൻ ഗവർണർ എന്നുള്ള നിലയിലല്ലാതെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടിപ്പിക്കുക, അത് പ്രോട്ടോകോൾ അനുസരിച്ച് ശരിയോ അതല്ല, പ്രൊപ്പറേറ്ററെ സംബന്ധിച്ചും ഞാൻ ചോദിക്കുന്നത് അത് വേറെ കാര്യം. ഇത് പൊതുപ്പണമാണ്, സംസ്ഥാനത്തിൻ്റെ പണമാണ്. നിങ്ങളും ഞാനും അടക്കമുള്ള ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഓരോ നയാ പൈസയുമാണ് ഗവർണർ കഴിക്കുന്ന ചായയും ഭക്ഷണവും അവിടെ ഈ വിധത്തിൽ പ്രസ്താവനയായി അച്ചടിച്ച് പുറത്തിറക്കുന്നതും മുമ്പിരുന്ന ഗവർണർ ചവച്ചു തുപ്പിയതുമെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമാണ്. അതായത് സൗകര്യം പോലെ ചെയ്യാമെന്ന ഉത്തരം പോരാ, ഞങ്ങൾ സൗകര്യം പോലെ ചെയ്യും, ഇത്രേ പറ്റൂ എന്ന ആദ്യ ഭാഗത്തെ ഷാബു പ്രസാദിൻ്റെ ഉത്തരം പോരാ എന്നാണ് ഡോക്ടർ സമ്പത്ത് അവസാനം പറഞ്ഞു വെക്കുന്നത്. ഡോക്ടർ സമ്പത്ത് പറഞ്ഞതിലേക്ക് ഷാബു പ്രസാദിനുള്ള മറുപടിയിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ KJ ജേക്കബ് നോക്കൂ, അപ്പോൾ ഗവർണർമാരും പഠിക്കണം ഭരണഘടന എന്നാണ്, അത് പഠിച്ചിട്ടുണ്ട് എന്ന് ആണല്ലോ നമ്മളൊക്കെ കാണുന്നത്, അങ്ങനെയാണല്ലോ കരുതേണ്ടത്. പക്ഷേ ഇതാ ഇപ്പോൾ നോക്കൂ, ഈ തർക്കം എന്തിൻ്റെ സൂചനയാണ്? ഗവർണർ ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ അധിപനായി നിൽക്കുമ്പോൾ അവിടെ ഭരണഘടനയെ കാത്തു സംരക്ഷിക്കുക എന്നതിനപ്പുറം RSS പോലെ ഒരു സംഘടനയുടെ പ്രതീകങ്ങളെ പ്രചരിപ്പിക്കാനുള്ളൊരു വക്താവിനെ പോലെ പെരുമാറുന്നുണ്ട് എന്ന പരാതി ഉണ്ടെങ്കിൽ അതിൽ കുറ്റം പറയാനാകുമോ വി ശിവൻകുട്ടിയെ, അതിനു മുമ്പ് പി പ്രസാദ് എന്ന മിനിസ്റ്ററെ, ഇപ്പോൾ ഡോക്ടർ സമ്പത്തിൻ്റെ വാദങ്ങളെ? ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഡിസ്കോഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞങ്ങളുടെ സൗകര്യം, ഞങ്ങൾ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഡിസ്കോഴ്സിന് സ്കോപ്പില്ല, നമുക്ക് അതിന് മറുപടിയില്ല. എൻ്റെ സൗകര്യം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടിയില്ല. പക്ഷേ സൗകര്യം വീട്ടിലായിരിക്കണം, അവനവൻ്റെ വീട്ടിൽ ആയിരിക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം
അദ്ദേഹം പറഞ്ഞതുപോലെ BJPയുടെ വക്താവ്, നിങ്ങളുടെ വലതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ കുറേ മനുഷ്യർ അത് ഭഗവദ്ധ്വജമായിട്ട് കണക്കാക്കാം, അവർക്ക് അഖണ്ഡ ഭാരതം എന്നുള്ള ഒരു സങ്കല്പമുണ്ടാക്കാം, അത് വളരെ പൗരാണികമാണെന്ന് പറയാം. അതിലൊന്നും എനിക്ക് തർക്കമില്ല കേട്ടോ. അതൊക്കെ മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതാണ്, അതൊക്കെ ആലോചിക്കാവുന്നതാണ്. സത്യത്തിൽ ഞാനും വിശ്വസിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നും 3 രാജ്യമായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളല്ല. നമ്മൾ ഒരുമിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത കൂട്ടരാണ്. നമുക്കൊരു രാജ്യമായിട്ട് അല്ലെങ്കിൽ കോൺഫെഡറേഷൻ എങ്കിലും ആയിട്ട് ഇരിക്കാവുന്നതേ ഉള്ളതൊക്കെ ഞാനും വിചാരിക്കാറുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ രാജ്യം 1947 ഓഗസ്റ്റ് 15 ഉണ്ടായതാണ്. അതിൻ്റെ അതിർത്തികൾ, അതിൻ്റെ രൂപം നിശ്ചയിച്ചിരിക്കുന്ന ഭരണഘടനയാണ്. അപ്പം നമ്മുടെ ഏതെങ്കിലും സങ്കല്പം അനുസരിച്ചല്ല നമ്മുടെ അധികാരസ്ഥാനത്തിരിക്കുന്ന ആ ഭരണഘടന ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഗവർണർ. അപ്പോൾ ഗവർണർക്ക് അങ്ങനെ ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്കൊരു സങ്കല്പം പാടില്ല. വ്യക്തി എന്ന നിലയ്ക്ക് ആർക്കും ആ സങ്കല്പങ്ങൾ പറ്റും. വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാം. വഴിയിലിറക്കി മുദ്രാവാക്യം പിടിച്ച കത്തിടിയല്ലേ? അങ്ങനെയല്ലേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച ഒരാളെ ആ കൂട്ടത്തിൽ പാകിസ്ഥാൻ്റെ കൊടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് അകത്തിട്ടില്ലേ? പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞ് ഏതൊരു ക്രിക്കറ്റ് കളിയിൽ അവർ ജയിച്ചപ്പോൾ സിന്ദാബാദ് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജമ്മു കാശ്മീർ പിള്ളേരെ പിടിച്ചകത്തിട്ടില്ലേ? അപ്പം നമ്മൾ ഈ രാജ്യം നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു കൃത്യമായ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഭരണഘടനയുടെ ഒരു സൃഷ്ടിയാണ് ഗവർണർ. അതിൻ്റെ ഒരു ഓഫീസാണ് ഗവർണർ. അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും ആ ഭരണഘടന എന്താണോ അത് പറഞ്ഞേ പറ്റൂ. അദ്ദേഹം അത് വെച്ച് പെരുമാറിയേ പറ്റൂ. ഹുങ്ക് കാണിക്കാം, എനിക്ക് സൗകര്യം പോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഹുങ്ക് കാണിക്കാം. അതിപ്പോൾ അത് ഭരണഘടനാ ബാഹ്യമായ ഹുങ്കാണ്. അതിനോട് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഇത് ഒരു എക്സിക്യൂട്ടീവ് ആക്ഷനോടുകൂടി വരുമ്പോഴാണ് നമുക്ക് അതിൽ ഭരണഘടന ഇടപെടുന്നത്. ഇതേ ഹുങ്ക് കഴിഞ്ഞ ഗവർണർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ഹുങ്ക് ഇന്ത്യയിൽ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സൗകര്യമുള്ളപ്പോഴാണ് ഞാൻ ഒപ്പിടുക എന്ന് തമിഴ്നാട്ടിലെ ഗവർണർ പറഞ്ഞു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഒരു ബില്ലിനെ കൊല്ലുക എന്നുള്ളതാണ്. ഇറ്റ്സ് ആസ് ഗുഡ് ആസ് കില്ലിങ് എ ബിൽ എന്ന് തമിഴ്നാട്ടിലെ എനിക്ക് എൻ്റെ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറഞ്ഞ ഗവർണർ പറഞ്ഞിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? അദ്ദേഹത്തിൻ്റെ ആർഷഭാരത സങ്കല്പം അനുസരിച്ച് അല്ലെങ്കിൽ പൗരാണിക സങ്കല്പം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഗവർണറാണെന്നുള്ള അധികാരം ഉപയോഗിക്കാമെന്ന് നടന്നില്ലല്ലോ. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഒപ്പിടുമെന്ന് പറഞ്ഞ നിയമം അതൊക്കെ ഇപ്പോൾ നിയമമായിരിക്കുകയാണ്. അപ്പോൾ എനിക്കെതിരെ സൗകര്യമുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാം. പക്ഷേ നമ്മുടെ രാജ്യം ഭരണഘടനാപരമായി ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് എന്നുള്ള വസ്തുത സംഘപരിവാറിൻ്റെ തലയിലേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. അവരുടെ പല ഗവർണർമാർക്കും കയറിയിട്ടില്ല. പലരും വിചാരിക്കുന്നത് അവരുടെ പഴയ മുതലാളിമാരായിരുന്ന ബ്രിട്ടീഷുകാരുടെ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഗവർണർമാരുണ്ട്. ആ ഗവർണർമാർക്കാണ് സർവാധികാരങ്ങളും. ആ ഗവർണർമാരുടെ പ്രീതിക്കനുസരിച്ചാണ് മറ്റു മന്ത്രിമാരുള്ളത്. അതുകൊണ്ടാണ് പണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ബാലഗോപാലിനോട് പറഞ്ഞത്, എൻ്റെ പ്രീതി നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സൗകര്യം പോലെ പറഞ്ഞതായി. എന്തായി? അദ്ദേഹത്തിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഭരണഘടനയോടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കീഴ്വഴക്കങ്ങളോടും ഒരു മിനിമം ബഹുമാനം ഉണ്ടാവുക എന്നുള്ളത് ആർക്കും മോശമായിട്ടുള്ള കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ്, വളരെ ലളിതമായിട്ടാണ് ശ്രീ ശിവൻകുട്ടി അത് ചോദിച്ചത്. ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യന്മാരുടെ പടങ്ങൾ വെച്ചാൽ അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അത് ഭരണഘടനാപരമായി ശരിയാണോ, നിയമപരമായി ശരിയാണോ എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്തല്ലേ ആ ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാൾ മാർക്സിൻ്റെ പടം കൊണ്ടുവന്ന് വെക്കുന്നത് ശരിയല്ല. കാരണം എല്ലാ മനുഷ്യരുടെയുമാണ് ഈ സർക്കാർ. അത് ഭരണഘടനാപരമായ ഒരു പദവിയാണ് മന്ത്രിയുടേത്. എല്ലാ മനുഷ്യർക്കും ബഹുമാനിക്കാവുന്ന കാര്യങ്ങളെ ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ള വിശാലമായ ഒരു ജനാധിപത്യ ബോധമാണ് മന്ത്രി അവിടെ പറഞ്ഞത്. എൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഞാൻ ഭരിക്കുന്നത്, എനിക്കെതിരെ സൗകര്യമുള്ളൂ എന്നുള്ളതൊക്കെ ഹുങ്കിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ഭാഷയാണ്. ഈ ഭാഷ പലരും പ്രയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് നമുക്കറിയാം. മുൻപത്തെ ഗവർണർ ഇതേ ഹുങ്ക് പറഞ്ഞിരുന്നു. ആ ഗവർണർ മാത്രമല്ല, ഇന്ത്യയിലെ പല ഗവർണർമാരും നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് മേൽ അവരുടെ ഹുങ്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇതേ ഭരണഘടന അത് തടഞ്ഞു. സുപ്രീം കോടതി ജഡ്ജിമാർ കൂടുതലൊന്നും പറഞ്ഞില്ല. അവർ ആ ഭരണഘടന എടുത്തു വെച്ചതേ ഉള്ളൂ.
ആ ഭരണഘടന എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ സൗകര്യത്തിനല്ല നിങ്ങളിത് ഒപ്പിടേണ്ടത്, നിങ്ങൾ ഭരണഘടനാപരമായിട്ടേ ഭരിക്കാൻ പറ്റൂ എന്നാണ്. അപ്പോൾ ഈ ഹുങ്കും മര്യാദകളും ഒക്കെ നമ്മുടെ നാട്ടിലെ മനുഷ്യർ കാണും. അവർക്ക് അതിനത് പ്രതികരിക്കാനുള്ള അവസരങ്ങൾ വരും. ഇതാരും മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു പരസ്പര ബഹുമാനത്തിലും ഒരു കീഴ്വഴക്കത്തിലും ഒക്കെ മുമ്പോട്ട് പോവുകയാണ് എല്ലാവർക്കും നല്ലത്. ഈ മര്യാദകൾ അധികാരത്തിൽ ഞങ്ങളുണ്ട് എന്നുള്ള ഇതൊന്നും ലോകാവസാനം വരെയുള്ള അധികാരമൊന്നും അല്ലല്ലോ ആർക്കും കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യർ കാണും. മനുഷ്യർ പോളിംഗ് ബൂത്തിൽ പോണ്ട്. ഞാനത് ഒരു കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ചു. ഗവർണറുടെ അധികാരത്തെക്കുറിച്ചല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. നമ്മൾ പഠിപ്പിക്കേണ്ടത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ അധികാരം. അതാണ് ഏറ്റവും വലിയ അധികാരം. ഗവർണർ അധികാരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല, അതിന് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. അയാൾക്ക് ഒരധികാരവും ഇല്ല. ചില പണികളുണ്ട്, വളരെ കൃത്യമായി ഭരണഘടന പറഞ്ഞിരിക്കുന്ന ചില പണികൾ. അല്ലാണ്ട് ഗവർണർക്ക് ഒരു അധികാരവും ഇല്ല. ശ്രീ സമ്പത്തിനത് ചോദിച്ചാൽ പറയും, അദ്ദേഹം നിയമം പഠിച്ച ആളാണ്, 2 ദിവസം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഗവർണർക്ക് അധികാരമൊന്നുമില്ല, ചില ജോലികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊരു അധികാരവും ഗവർണർക്കില്ല. അധികാരമുള്ളത് നിയമസഭയ്ക്കാണ്. അതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നിയമസഭകളും നമ്മുടെ ലോക്സഭയും, എത്രത്തോളം സൂക്ഷിച്ചു വേണം നമ്മൾ വോട്ട് ചെയ്യാൻ, ഒരു പൗരനെന്ന നിലയ്ക്ക് നമ്മൾ അവകാശം വിനിയോഗിക്കാൻ എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അവരോടാണ് ഞങ്ങളുടെ ഹുങ്കനുസരിച്ച് ഞങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്യും എന്ന് അവരോട് പറയട്ടെ. ഇവർ നമ്മളോട് എന്തിനാണ് പറയുന്നത്? ഈ കുട്ടികളോട് പറയട്ടെ. ഞങ്ങൾ അവരുടെ ഗവർണറെ നിയമിച്ചാൽ ഗവർണർക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ് അയാൾ പെരുമാറുക, നിങ്ങളെന്താ ചെയ്യുന്നത് നോക്ക് എന്ന് അവരോട് പറയട്ടെ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കതിന് മറുപടിയില്ല. യെസ്, ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ തന്നെ പഠിക്കുന്ന കുട്ടികൾ ഇത് സ്വയം പഠിച്ച് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അവർ എഴുതി കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഇപ്പോൾ സൗകര്യം പോലെ ചെയ്യും, നിങ്ങളെന്താണ് ചെയ്യുക എന്ന് ഉള്ള ആ ഹുങ്കൊക്കെ അങ്ങനെ ഉള്ള ആളുകൾ പറയുകയാണെങ്കിൽ അവരോട് ഈ കുട്ടികൾ പറയും, നിങ്ങൾ പോയി വീട്ടിൽ പോയി പറയും. അതാണ് ശ്രീ കെ ജെ ജേക്കബ് ആദ്യം പറഞ്ഞ വാചകം. അത് നമുക്ക് നാട്ടു നടപ്പുള്ള കാര്യമാണ്, അങ്ങനെ തന്നെയാണ് പറയുക എന്നുള്ളത്. അത് നോക്കൂ, അങ്ങ് പറഞ്ഞ ആ സൗകര്യമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഭാരതാംബ എന്ന ആ പ്രതീകത്തിൻ്റെ ചിത്രം ഒരു ഗവർണർ രാജ്ഭവനിൽ വെക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ അബനീന്ദ്രനാഥ് ടാഗോർ മുതൽ ഇങ്ങോട്ട് പലരുടെയും ചിത്രങ്ങൾ ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയല്ലോ, ഇവിടെ എടുത്തു കാണിച്ചല്ലോ. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളുണ്ട്, എം എഫ് ഹുസൈൻ വരെ ഏറ്റവും അവസാനം ഭാരത മാതാവിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർ അവരുടേതായ ഭാവനയ്ക്കനുസരിച്ച് വരച്ചിട്ടുണ്ട്. ഇതിൽ RSSൻ്റെ മനസ്സിലുള്ള ഈ പറയുന്ന വനിത ഏന്തിയ സിംഹം ചാരി നിൽക്കുന്ന ആ വനിതയുടെ ചിത്രം, ധ്വജം, ഈ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ചിത്രം, അത് തന്നെയാണ് ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ സൗകര്യം കാണിക്കുന്നത് എന്ന് ഇപ്പോഴെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്നുണ്ടോ? അതായത് ഞാൻ ഈ സൗകര്യമുള്ളത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞതിലാണല്ലോ നിങ്ങളിപ്പം 3 പേരും ഏറ്റവും കൂടുതൽ കയറി തൂങ്ങിയിരിക്കുന്നത്. അഹങ്കാരത്തോടെയുള്ള ചോദ്യത്തിന് അതിനനുസരിച്ചുള്ള മറുപടി തന്നെ ലാലേ കിട്ടൂ. അത് ആ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ ശരിയായ നിലപാടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളോ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ള ചോദ്യമോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അർഹിക്കുന്ന രീതിയിലുള്ള ടോണിലുള്ള മറുപടി അങ്ങോട്ടും കിട്ടി. അതിനെ അങ്ങനെ അങ്ങോട്ട് കണക്കാക്കിയാൽ. പിന്നെ മറ്റൊന്ന്, ഈ ഇവിടെ ശ്രീ കെ ജെ ജേക്കബ് പറഞ്ഞത് ഇവിടെ നമ്മുടെ സർക്കാരിന്റെ ഗവൺമെന്റിന്റെ പ്രതീകമായി സ്വീകരിക്കേണ്ടത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാവുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന കാര്യങ്ങൾ ആയിരിക്കണം എന്നാണ്. ശരി സാർ, ഞാൻ അംഗീകരിക്കും. ഇത് ഈ കാണുന്നത് കേരള സർക്കാരിന്റെ ലോഗോയാണ്. കേരള സർക്കാരിന്റെ ലോഗോ. അതിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം സത്യമേവ ജയതേ, അത് മാണ്ഡൂക്യ ഉപനിഷത്തിലുള്ള കാര്യം. ഈ കേരളത്തിലെ, ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും മാണ്ഡൂക്യോപനിഷത്ത് ആരോധ്യമാണോ? മാണ്ഡൂക്യോപനിഷത്തിനെ ആരാധിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഈ എംബ്ലം? അതോ കേരളത്തിലെ ഓരോ എംബ്ലവും ഇതുപോലെ എവിടെ നിന്നെങ്കിലുമൊക്കെ ആയിരിക്കും ശ്രീ ഷാബു പ്രസാദ്. അതിപ്പോ RSSന്റെ അല്ലല്ലോ എന്തായാലും. ഈ മാണ്ഡൂക്യോപനിഷത്ത് RSSന്റെ വകയല്ലല്ലോ എന്തായാലും. ഞാൻ വരട്ടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ക്ഷമി. അതുപോലെ ഈ എംബ്ലത്തിലുള്ള മറ്റൊന്ന് ഒരു ശംഖാണ്. ആ ശംഖ് തിരുവിതാംകൂർ ഇവിടെ രാജഭരണകാലത്തുണ്ടായിരുന്ന ആ രാജഭരണത്തിന്റെ പ്രതീകമാണ്. ഇത് നമ്മൾ ജനാധിപത്യത്തിനെ പറ്റിയും രാജഭരണമൊക്കെ പോയി ജനാധിപത്യത്തിലേക്ക് വന്ന വലിയ വലിയ കഥകളൊക്കെ ഇവിടെ പറഞ്ഞു.
അപ്പോൾ ആ രാജഭരണത്തിന്റെ അവശേഷിപ്പുകള് ഇവിടെ രാജഭരണം അംഗീകരിക്കാത്ത ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതീകമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. മാണ്ഡൂക്യോപനിഷത്തിന്റെ ഭാഗങ്ങൾ ഇവിടെയുണ്ട്. ഇനി RSSന്റെ പ്രതീകമല്ലല്ലോ. ഈ ഇതിന്റെ അകത്തെ ഭാരതാംബ പിടിച്ചിരിക്കുന്ന ആ കൊടി, അത് ഈ രാജ്യത്ത് RSS ഉണ്ടാകുന്നതിന് മുമ്പ് ഈ രാജ്യത്തുള്ള സംഭവമാണ്. എത്രയോ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിന്റെ പ്രതീകമായി ഇവിടെ ഉണ്ടായിരുന്ന കാര്യമാണ്. അതിനെ പക്ഷെ RSSന്റെ ആചാര്യന്മാരൊക്കെ ഈ പറയുന്ന കൊടി സ്വീകരിച്ച് അത് അവരുടെ അണികളോട് കാര്യങ്ങൾ പറയാൻ നേരം പ്രദർശിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ടാണല്ലോ ഇത് RSSന്റെ കൊടിയായി നമ്മളിപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ ചരിത്രപരമായി താങ്കൾ ചൂണ്ടിക്കാട്ടിയ ശംഖിനും മറ്റ് അടയാളങ്ങൾക്കുമൊക്കെ കേരളത്തിൻ്റെ ലോഗോയ്ക്കുമൊക്കെ ഉള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തതിനൊക്കെ ഉപനിഷത്തിനൊക്കെ നമുക്ക് റെഫറൻസ് കാണിക്കേണ്ടി വരും, അതൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിനൊക്കെ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അത് മാറ്റേണ്ടതുണ്ടെങ്കിൽ നാളത്തെ തലമുറ അത് മാറ്റും. താങ്കൾ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാവും. താങ്കളുടെ മക്കൾ അതിൽ ചിലപ്പോൾ കൈ ഉയർത്തിയേക്കാം. ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അതൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അല്ല, അത് തന്നെ പ്രശ്നമാണല്ലോ അല്ലെ. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ അഖണ്ഡ ഭാരതത്തിന്റെ എന്തിനീ അടുത്ത തലമുറ മാറ്റാൻ നിൽക്കുന്നത്? ഈ തലമുറയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഈ തലമുറയ്ക്ക് ഇവിടുത്തെ അസംബ്ലിയിൽ ഒരു പ്രമേയം മതിയല്ലോ. ഇവിടെ സൂര്യൻ കിഴക്കുദിക്കണോ പടിഞ്ഞാറുദിക്കണോ എന്നുള്ള കാര്യത്തിൽ വരെ അസംബ്ലി പ്രമേയം പാസ്സാക്കുന്നവരാണ് ഇവിടെ ഉള്ളവര്. അമേരിക്കൻ പ്രസിഡന്റ് നാളെ രാജിവെക്കണം, ട്രംപ് നീതി പാലിക്കുക എന്ന് പറഞ്ഞ് ഇവിടെ പ്രകടനം നടത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന വലിയ സംഭവങ്ങളല്ലേ. അപ്പം ഈ പഴയ രാജഭരണത്തിന്റെ ഈ ഹൈന്ദവ പ്രതീകങ്ങൾ ഇപ്പോഴും കേരള സർക്കാരിന്റെ ലോഗോ ആയിട്ടും കേരള സർക്കാരിന്റെ പ്രതീകമായിട്ടും ഇവിടെ ഇരിക്കുന്നു. അങ്ങനെയല്ലല്ലോ പ്രശ്നം. അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. എന്താണ് സംഭവിച്ചത്? ഇതിൽ ഏതെങ്കിലും ഒരു പ്രതീകം ഇപ്പോ ശ്രീ ശിവൻകുട്ടി തന്നെ പറഞ്ഞതുപോലെ കാൾ മാർക്സിനെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലുള്ള ആളുകളാണല്ലോ ഇവിടെ ഉള്ളതെല്ലാം. അവർ പങ്കെടുക്കുന്ന പരിപാടിയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രതീകങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ബാക്കി കേന്ദ്രമന്ത്രിമാരൊക്കെ വരുമ്പോൾ അവരതിനെ വണങ്ങിയതിന് ശേഷം മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുമ്പോൾ കാൾ മാർക്സിനെ വണങ്ങിയതിന് ശേഷം മാത്രം അകത്തേക്ക് കയറ്റിവിടും എന്ന് അവർ തീരുമാനിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്താകും? അതാണ് ഞാൻ നല്ല മലയാളത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാനും അംഗീകരിക്കാത്ത കാര്യം പറഞ്ഞത്. ഈ കാവിക്കൊടി എന്ന് പറയുന്നത് RSSന്റെ അല്ല. അത് RSS സ്വീകരിച്ചതാണ്. ഈ നാട്ടിൽ കാലാകാലങ്ങളായി നിലനിന്ന സാധനമാണ്. ഇനി ഞാൻ പറഞ്ഞു സ്വീകരിച്ചതുമല്ല, ഭരണഘടനയും പറയാത്ത ഒരു കാര്യത്തെ എന്തിനാണ് കേരളത്തിന്റെ ഗവർണർ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത്? ഇതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇനി അതവിടെ കഴിഞ്ഞു. ഞാൻ പല പ്രാവശ്യം മറുപടി പറഞ്ഞു. ഇനി എനിക്ക് വയ്യ അതിന് പറയാൻ. ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? ഇതൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. ഇവിടെ ഭരണഘടനാ മൂല്യങ്ങളുണ്ട്. ആ ഭരണഘടനാ മൂല്യങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതീകങ്ങളെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത് ശരിയാണോ? ഇതാണ് ഞാൻ ചോദിച്ചത്. ഇത് അഹങ്കാരമാണോ? ആദ്യം നിങ്ങൾ ഈ മാണ്ഡൂക്യോപനിഷത്ത് എടുത്ത് കേരള സർക്കാരിന്റെ രേഖകളിൽ നിന്ന് കളയും. അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ വന്നില്ല. താങ്കൾ എഴുതി കൊടുക്കൂ. അതിന്റെ എന്തായാലും അതിനൊരു മറുപടി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വേറെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ അഖണ്ഡ ഭാരതത്തിനെ പറ്റി പറഞ്ഞു. നമ്മളിവിടെ ദേശീയഗാനം പാടുന്നുണ്ടല്ലോ. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വംഗ. ഇപ്പം ഈ പറയുന്ന പഞ്ചാബിന്റെ മഹാഭൂരിപക്ഷവും പാകിസ്ഥാനിലാണ്. സിന്ധ് മുഴുവനും പാകിസ്ഥാനിലാണ്. വംഗം, ബംഗാളിന്റെ മഹാഭൂരിപക്ഷവും മറ്റൊരു രാജ്യമാണ്. ദ്രാവിഡം ഉദ്ദേശിക്കുന്നത് സൗത്ത് ഇന്ത്യയാണ്. ശ്രീലങ്കയും കൂടെ ചേർന്ന ഭാഗം. ആ ശ്രീലങ്ക വേറൊരു രാജ്യമാണ്. ഇവിടെ നമ്മൾ ഈ അഖണ്ഡ ഭാരതത്തിനെ അവിടെ കാണിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഈ ദേശീയ ഗാനവും ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിങ്ങൾ പറഞ്ഞു കളയുമല്ലോ. കാര്യം ഇന്ത്യയിൽ ഇല്ലാത്ത ഭാഗങ്ങളാണ് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല ശ്രീ ഷാബു പ്രസാദ്. നമ്മുടെ ദേശീയ ഗാനം ഉൾപ്പെടെയുള്ള ചില ചിഹ്നങ്ങൾ, ചില പ്രതീകങ്ങൾ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. അതിനെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികളെന്നാണ് നമ്മൾ തൽക്കാലം വിളിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല. എന്താ സംഭവിച്ചത്? ഇവിടെ അതിന് അപ്പുറമുള്ള നിങ്ങൾ മനസ്സിൽ കാണുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ഭാരതത്തെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അധികാരം കിട്ടി എന്നുള്ളത് കൊണ്ട്, ഞങ്ങൾക്കൊരു ഗവർണറെ ഒരു സംസ്ഥാനത്തേക്ക് അയക്കാൻ പറ്റി എന്നതുകൊണ്ട് അവിടുത്തെ ചടങ്ങുകളിലൊക്കെ അതങ്ങ് വരുത്തിയേക്കാം എന്നൊരു തീരുമാനമുണ്ടോ? അതാണ് ചോദ്യം. ഇനി മറ്റൊന്ന്, ഈ ചോദ്യത്തിന്റെ ഉത്തരവല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ ഞാൻ ഇവിടെ പറയുള്ളൂ.
പിന്നെ ഇവിടെ ഇദ്ദേഹം സമ്പത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഗവർണർ ചായ കുടിക്കുന്നത് സർക്കാരിന്റെ കാശാണ്, ചവച്ചു തുപ്പുന്നത് സർക്കാരിന്റെ അല്ല ജനങ്ങളുടെ കാശാണ്, ഇതെല്ലാം പറഞ്ഞു. പ്രിയപ്പെട്ട സമ്പത്തെ, മുഖ്യമന്ത്രി മുട്ടപ്പനിക്ക് അമേരിക്കയ്ക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലെ കാശെടുത്തല്ല. മുഖ്യമന്ത്രി മക്കളും പരിവാരങ്ങളും എല്ലാമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ഈ നാട്ടുകാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിന്ന് കൈയിട്ട് വാരി തന്നെയാണ്, പിച്ചച്ചട്ടി കൈയിട്ട് വാരി തന്നെയാണ്. ഇവിടുത്തെ മന്ത്രിമാരും MLA-മാരും ഒക്കെ ആയുർവേദ ചികിത്സയ്ക്കും സുഖചികിത്സയ്ക്കും തോർത്തുകൊണ്ട് വരെ അവർ വാങ്ങാൻ, ചികിത്സയ്ക്കുള്ള തോർത്തുകൊണ്ട് വരെ വാങ്ങുന്നത് ജനങ്ങളുടെ കാശ് കൊണ്ട്. ഷാബു പ്രസാദ്, അക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ ആരും വ്യത്യസ്തരല്ല. അതെല്ലാം നിയമപ്രകാരം തന്നെ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള നിയമപ്രകാരം തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് താങ്കൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനയിലോ ഏതെങ്കിലും ഒരു നിയമത്തിലോ ചട്ടത്തിലോ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഗവർണർ ഇവിടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് നടക്കും, സൗകര്യം ഇതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കാര്യം, ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അവിടെ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാവില്ല ലാലേ. അത് നിങ്ങൾക്ക് മനസമാധാനത്തിന് എങ്ങനെ വ്യാഖ്യാനിക്കാം? നിങ്ങൾക്ക് പറ്റും. അത് ഭരണഘടനാ വിരുദ്ധമാണ് സാർ, അത് ഭരണഘടനാ വിരുദ്ധമാണ്. എവിടെയാണെന്ന് ഞാൻ ഡോക്ടർ സമ്പത്തിനോട് ചോദിക്കട്ടെ. ഡോക്ടർ സമ്പത്ത്, അങ്ങനെയെങ്കിൽ ഒറ്റ കാര്യം, സമ്പത്ത് നിയമവിദഗ്ധനാണല്ലോ, മാധ്യമപ്രവർത്തകനാണല്ലോ ശ്രീ KJ ജേക്കബ്, ഇവിടെ CPM വളരെ ശക്തമാണല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ നിയമപരമായിട്ട് മുൻപോട്ട് നീങ്ങുക. നിയമപരമായിട്ട് ഈ ഇവിടുത്തെ ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി, ഇവിടുത്തെ ജനവിരുദ്ധമായി ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനെയോ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നു, ഗവർണറെ ഇതിൽ നിന്ന് വിലക്കണം എന്ന് പറഞ്ഞ് നേരെ അതിന്റെ കാര്യങ്ങൾ കൊണ്ട് ചെയ്യും. ശരി ഡോക്ടർ സമ്പത്ത്, ഈ പറയുന്ന കാര്യങ്ങളിൽ നിയമത്തെ കീറിമുറിച്ചോ ഭരണഘടനയെ കീറിമുറിച്ചോ നമുക്ക് പരിശോധിക്കേണ്ട കാര്യത്തിനപ്പുറം ഈ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. BJP മുന്നോട്ട് കൊണ്ടുവരുന്നത് RSSന്റെ സംഘപരിവാറിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിന് സ്വതന്ത്ര ഭാരതത്തിന് അതിനു മുമ്പുള്ള കാലം തൊട്ട് ഇങ്ങോട്ട് തന്നെ ചില ചരിത്രപരമായ ചില പ്രാധാന്യങ്ങളുണ്ട്. അത് ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ ആ ആശയത്തെ ഇപ്പോൾ ഭരണഘടന ഇതിനും കൂടി അനുവദിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർമാർക്ക് ഇതുപോലൊരു സംസ്ഥാനത്ത് ഇങ്ങനെ പെരുമാറാൻ അനുവദിക്കുന്നതാണെന്ന് ഷാബു പ്രസാദ് പറയുന്നുണ്ടെങ്കിൽ, ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ചിലത് നിങ്ങൾക്കും വിശദീകരിക്കേണ്ടി വരില്ലേ? ഡോക്ടർ ലാലെ, ഞാനൊരു 3 മിനിറ്റ് ദയവായി അനുവദിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷാബു പ്രസാദിനോട്, നമ്മൾ എല്ലാവരും നമ്മുടെ മാതാവിനെ അമ്മ എന്ന് വിളിക്കും. ഇനിയിപ്പോൾ ഞാനിനി ഇത് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ദേഷ്യം കയറി എൻ്റെ തള്ളയ്ക്ക് വിളിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ചില ടെലിവിഷൻ നമ്മളെ ഈ TV ചർച്ചകളിലൊക്കെ അദ്ദേഹവും മറ്റു ചില ചങ്ങാതിമാരും തമ്മിൽ നടത്തിയിട്ടുള്ള ചില വർത്തമാനങ്ങൾ ആ രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു വർത്തമാനത്തിലേക്ക് പോകാനേ ആഗ്രഹിക്കുന്നില്ല ഈ കാര്യത്തിൽ. അത് അദ്ദേഹം സൗമ്യനായി തന്നെ ഇരിക്കട്ടെ. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പ്രസംഗിച്ച് നടക്കുക മാത്രമല്ല, വെറും 39 വയസ്സ് വരെ മാത്രമാണ് അഭവമായ തേജസ് ഈ ഭൂമുഖത്തുണ്ടായിരുന്നത് എങ്കിൽ പോലും അദ്ദേഹം എഴുതി വെച്ചു, നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. ഐ ബിലീവ് ഇൻ സോഷ്യലിസം ബിക്കോസ് ഐ ബിലീവ് ഇൻ വേദാന്ത. ഞാൻ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നു കാരണം ഞാൻ വേദാന്തത്തിൽ വിശ്വസിക്കുന്നു. നമ്മുടെ സുഹൃത്ത് ഷാബുവിന് വേണമെങ്കിൽ പറയാം, സമ്പത്ത് ഉൾപ്പെടെയുള്ളവർ സോഷ്യലിസത്തെക്കുറിച്ച് പറയുകയും ഇവിടെ ഭരണഘടനയിൽ സോഷ്യലിസം, അത് ജനാധിപത്യ സോഷ്യലിസത്തെക്കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് നിങ്ങൾ വേദാന്തത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എങ്കിൽ ഈ പറയുന്ന വേദാന്തം വായിക്കണം, പഠിക്കണം, ഹൃദയസ്ഥമാക്കണം, അത് വ്യാഖ്യാനിക്കണം, വിശകലനം ചെയ്യണം, വിമർശിക്കപ്പെടേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ വിമർശിക്കണം. ശരി, രാമനെക്കുറിച്ച് നിങ്ങളുടേതായ രാമസങ്കല്പം ഉണ്ടല്ലോ, ആ രാമസങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായ രാമസങ്കല്പമാകാമല്ലോ അല്ലേ ഷാബു? റവല്യൂഷണറി ആൾട്ടർനേറ്റീവ് ഫോർ മാൻകൈൻഡ്സ് അഡ്വാൻസ്മെൻറ്റ് എന്നുള്ളത് രാമ അല്ലേ? അങ്ങനെ രാമനാവാമല്ലോ എനിക്ക്. സീത, യശശരീരനായ സീതാറാം യെച്ചൂരുണ്ടല്ലോ, ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഭൗതിക ശരീരം ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ശരീരം അത്തരത്തിൽ സമ്മാനിച്ചൊരു മനുഷ്യനുണ്ടല്ലോ. അദ്ദേഹം നിര്യാതനായതിനു ശേഷമാണല്ലോ നിങ്ങളുടെ പല കൂട്ടുകാരും അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രകീർത്തിക്കാൻ ആരംഭിച്ചത്. സീത, സോഷ്യലിസം ഇസ് ദ ആൾട്ടർനേറ്റീവ്. ഞങ്ങളുടെ രാമനും സീതയും അതൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ മുദ്ര അവിടെ അശോക സ്തംഭത്തിൻ്റെ, അപ്പോൾ ഈ അശോകൻ്റെ മുദ്രയിലുള്ളതായ സിംഹങ്ങളുണ്ട്, സൗമ്യതയുടെ, ദയയുടെ, സ്നേഹത്തിൻ്റെ, അതാണ് ആ കണ്ണുകളിൽ നിന്ന് വമിപ്പിക്കുന്നത്. അത് പ്രസരിക്കുകയാണ്.
അതാണ് അശോകസ്തംഭത്തിൻ്റെ 3 സിംഹങ്ങളുടെ പ്രത്യേകത. ഇവിടെ ഒരു സെൻട്രൽ ഹാളില്ലാത്തതായ ഒരു പുതിയ പാർലമെൻറ്റ് മന്ദിരം കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പോയി കാണണം. ഞാനും പോയി കണ്ടതാണ്. അക്രഡിറ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് നമ്മുടെ ഈ ജേർണലിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ കഴിയില്ല. എം പിമാർക്ക് വന്നിട്ട് പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് പോകാം, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് ഒരു പ്രസംഗിക്കാനുള്ളൊരു പെട്ടി പോലെയാണ്. അവിടെ ചെന്നാലോ അവിടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ള ഈ സിംഹങ്ങളുടെ എന്താണ് ആ മുഖത്ത് ക്രൂരത, പുച്ഛം, ആക്രമണോത്സുകത, ഇതൊക്കെയാണ് വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് അശോകൻ്റെയും ശ്രീബുദ്ധൻ്റെയും എല്ലാം നാടിന് എത്ര ചേർന്നതാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെയുള്ളവരെ അപമാനിക്കണമെന്ന് RSSന് അത്തരത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഷാബുവിനെ പോലുള്ളവരെ കൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെന്നില്ല. അവർ തന്നെ അങ്ങ് ചെയ്താൽ മതി ഈ കാര്യത്തിൻ്റേത്. കാവിക്കൊടിക്ക് ഞാനെതിരായിട്ട് എന്തും പറയുന്നതൊന്നുമല്ല. നിരവധി ആരാധനാലയങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൻ്റെ ആ മുദ്രയെല്ലാം വെച്ച് അവരങ്ങനെ ചെയ്യാറുണ്ട്. അവിടെ വേറെ പലരും കൊണ്ടുവന്ന് അവിടേക്ക് കടന്നു വരേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ ദേശീയ പതാക എപ്പോഴാണ് RSS എന്നുള്ളൊരു സംഘടന ഇതിനെ ഒന്ന് അവരുടെ കയ്യിലേക്കൊന്ന് പിടിക്കാനും ഓഫീസിൽ ഉയർത്താനും തീരുമാനിച്ചതെന്ന് ലാലിനറിയാമോ? 2002 ശേഷമാണ്. ഇന്ത്യയുടെ ദേശീയ പതാക RSSൻ്റെ ഓഫീസിൽ ഉയർത്തിയതിന് ആ ഉയർത്തിയ ആളുകളെ ആക്രമിക്കുകയും അവർക്കെതിരായി കേസ് കൊടുക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ നാഗ്പൂരിൽ ഉൾപ്പെടെ? ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറഞ്ഞു. സ്വരാജ്, പൂർണ്ണ സ്വരാജ് എന്നുള്ള ആ ആശയം ആദ്യമായി 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അവതരിപ്പിച്ച 2 പേരുണ്ട്. ഒരാൾ സ്വാമിയായിരുന്നു, ഒരാൾ മൗലാന ആയിരുന്നു. ഒരാൾ സ്വാമി കുമാരാനന്ദ്, മൗലാന ഹസ്രത് മൊഹാനി. 2 പേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള വലിയ നേതാക്കന്മാരുടെ പിന്തുണ കിട്ടാത്തത് കൊണ്ട് അതന്ന് പാസ്സായില്ല. പക്ഷേ 1929 ആയപ്പോൾ അതേ പ്രമേയം തന്നെയാണ് കോൺഗ്രസ് പാസ്സാക്കിയത്, പൂർണ്ണ സ്വരാജ്. കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കൂ നിങ്ങൾ, കായികമായും ആശയപരമായുമല്ല. എൻ്റെ വിനീതമായ ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന ഒരു RSS നേതാവിൻ്റെ, ഒരു ഹിന്ദു മഹാസഭ നേതാവിൻ്റെ, ഇന്ന് BJP അത്തരത്തിൽ കൊണ്ടാടുന്ന ഒരു നേതാവിൻ്റെ പേര് നിങ്ങളൊന്ന് പറയും. ഒരു നേതാവിൻ്റെ പേര്. ഇന്ന് യൂണിയൻ ക്യാബിനറ്റിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രി, അത്തരത്തിലുള്ള അങ്ങനെ ആരെങ്കിലും ഒരാളുടെ പേരൊന്ന് പറയും. ഒരാളുടെ പേര്. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ 4 അയലത്ത് പോലും നിന്നിട്ടില്ലാത്ത കുറേ ആളുകൾ, ആ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ഒറ്റുകൊടുക്കാനായി പ്രയത്നിച്ച ആളുകൾ എന്ന് മാത്രമല്ല, അന്നത്തെ മുസ്ലിം ലീഗുമായി ചേർന്ന് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലും അങ്ങനെ ബംഗാളിലും അടക്കം ബ്രിട്ടീഷുകാരുമായി സന്ധി ഉണ്ടാക്കിയ അത്തരത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കി ഭരിച്ചവർ, അവരുടെ പിന്മുറക്കാർ വന്ന് നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കുമ്പോൾ ഞാനടക്കം കുമ്പിട്ടിരുന്ന് കേൾക്കണം എന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങളിൽ ഇവിടെ ഒരു കാര്യം, ഭരണഘടനയിൽ ഒരിടത്ത് മാത്രം പറയുന്നൊരു വാക്ക്, ഒരിടത്ത് മാത്രം. ഷാബുവിൻ്റെ ചങ്ങാതിമാർ പറയും 1.5 ലക്ഷത്തിലധികം വാക്കുകളുള്ള വാക്കുകൾ, ഓരോ വാക്കിനും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. വാക്ക് എന്നുള്ളത്, വാക്ക് അത് അഗ്നിയാണ്, അറിവാണ്, വെളിച്ചമാണ്. അത് വശ്യമായിരിക്കണം, അത് വിജ്ഞാനം പകർന്നു നൽകുന്നതായിരിക്കണം. വൈരമുണ്ടാക്കാനായി ഉപയോഗിക്കരുത്, അല്ലേ? അവിടെ ഷാബുവിൻ്റെ ചങ്ങാതിമാർ ഈ ഗണേശോത്സവം എല്ലാം കൊണ്ടാടുമ്പോൾ അവർ വാക്കിനെ സംബന്ധിച്ച് അവർ നൽകുന്നതായിട്ടുള്ള കുറേ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് പഠിച്ച്, ഞാനും ഈ പറയുന്ന ഒരു പൊതുപ്രവർത്തകനാണെങ്കിലും ഞാനും ഇത് പഠിച്ചത് കൊണ്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരിടത്ത് മാത്രം പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഫ്രാറ്റേണിറ്റി എന്നുള്ളതാണ്. സാഹോദര്യം എന്ന മലയാള പദം കൊണ്ട് മാത്രം അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഫ്രാറ്റേണിറ്റി എന്ന പദത്തിൻ്റെ അർത്ഥം നീ ഒരാൾ മാത്രമായി ഞങ്ങളോടൊപ്പം ചേരാതെ പുറംതിരിഞ്ഞു നിന്നിരുന്നാലും നിന്നെയും ഞങ്ങൾ ആലിംഗനം ചെയ്യുന്നു, നീയും ഞങ്ങളും ചേർന്നതാണ് നമ്മൾ എന്നതാണ് ഫ്രറ്റേണിറ്റി എന്ന പദത്തിൻ്റെ അർത്ഥം. ഇന്ത്യയുടെ ഭരണഘടന ഒരിടത്ത് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ആ വാക്കിന് ഒരിടത്തേ പറഞ്ഞിട്ടുള്ളൂ, ഒരു തവണയേ ഉള്ളൂ. അതുകൊണ്ട് ഈ വാക്കിന് ഒരു അർത്ഥവുമില്ല എന്നൊക്കെ പഠിപ്പിക്കാനായി വന്നാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ ഒരു കാര്യമാണ്. ഇന്ത്യക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട്. അത് രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള പാരമ്പര്യമുണ്ട്, ആത്മീയമായ പാരമ്പര്യം. ആ ആത്മീയമായ പാരമ്പര്യത്തിൽ ചാർവാക മുനിമാരടക്കമുള്ളവരെ അങ്ങ് മറന്നു പോകരുത് വല്ലാതെ. ഒപ്പം വേദം കേട്ട ശൂദ്രൻ്റെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കണമെന്നും, പിന്നെ അവൻ വേദം ചൊല്ലിയാൽ നാവ് അറുത്ത് കളയണമെന്നും, പിന്നെ ആസനം വഴി കുന്തത്തിൽ കുത്തി നിർത്തി വറക്കണം എന്നുമെല്ലാം പഠിപ്പിച്ചവരുമുണ്ട്. അതും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കാൻ വന്നാൽ അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളതാണ്. മുന്നോട്ടാണ് പോകേണ്ടത്, പഴയകാലത്തിൻ്റെ തിന്മകളിലേക്കല്ല പോകാൻ. പണ്ട് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടാടുകയല്ല വേണ്ടത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ ഒരുമിച്ചാണ് മുമ്പോട്ട് പോകേണ്ടത്. ഈ രാജ്യത്തെ പൗരന്മാർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് ഗവർണർമാർ കൂടിയാണ്.
അല്ലാതെ ഗവർണർമാർ ഇത്തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പൊതുവേദികളെ ഉപയോഗിക്കലല്ല. രാജ്ഭവൻ എന്നത് സ്വകാര്യ സ്വത്തല്ല. രാജ്ഭവൻ സ്വകാര്യ സ്വത്തല്ല. നാളെ ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരും ഇതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പല കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾ അഭിഭാഷകർ ഇവിടെ വന്നിട്ട് പുഷ്പാർച്ചന നടത്തിയിട്ട് മാത്രം നിങ്ങളിങ്ങനെ കേസുകൾ പ്രസൻറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ മിലോഡ് യുവർ ഓണർ എന്നൊക്കെ വിളിക്കുക. താഴെ മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായി തുടങ്ങിയാൽ ഈ രാഷ്ട്രം എവിടേക്ക് ചെന്നെത്തും? ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്തതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ കാര്യത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടെ ആർട്ടിക്കിൾ 163 വിധേയമായിട്ടാണ് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടത് എന്നത്. ശരി, ശ്രീ കെ ജെ ജേക്കബ്, ഈ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ പാരമ്പര്യം പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ വലിയ കുളിർമയുണ്ടാകുന്ന പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് ഭാരതത്തെ അമ്മയായി കാണുന്ന സങ്കല്പമൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങനെയൊക്കെ കാണാറുണ്ട്. ഭാരത് മാതാ കി ജയ് എന്നുള്ളത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങൾക്ക് അപ്പുറമായി ആളുകൾ അതിനെ കാണാറുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രതിഷേധങ്ങളിലൊക്കെ. ആ പ്രതിഷേധത്തിൻ്റെ കാലഘട്ടത്തിലൊന്നും അത് ഉപയോഗിക്കാത്തവർ എന്നാണ് ഇപ്പോൾ ഡോക്ടർ സമ്പത്തൊക്കെ പറഞ്ഞത്. അങ്ങനെ അന്ന് ആ പതാകയെ പോലും അംഗീകരിക്കാത്തവർ, അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇതാ വന്നു നിന്നിട്ട് ഈ അധികാരത്തിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇത് പാരമ്പര്യത്തിൻ്റെ പുണരലാണോ അതോ മറ്റെന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വിറയലായിട്ട് തോന്നണോ? എന്താണ് കെ ജെ ജേക്കബിന് തോന്നുന്നത്? ഞാനിന്നിപ്പോൾ കണ്ടത് BJPയുടെ വക ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവരുടെ പോസ്റ്ററായിട്ട് ഞാൻ കണ്ടതിൻ്റെ അകത്ത് ആ സ്ത്രീയുടെ കയ്യിലൊരു നമ്മുടെ ദേശീയ പതാക ഉള്ളതായിട്ടാണ്. നല്ല കാര്യമാണ്. ആ സിംഹത്തിൻ്റെ കയ്യിലും കൂടി ഒരു ദേശീയ പതാക കൊടുത്താൽ ഗംഭീരമായേനെ. ദേശീയ പതാക എവിടെയെങ്കിലും ഉണ്ടാകുക എന്നൊക്കെ നമ്മളെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഓരോരുത്തർക്ക് അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് കൊടി പിടിച്ചുകൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അതിനെക്കുറിച്ച് നമ്മൾ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്ത് നിയമസഭാംഗങ്ങൾ ശ്രീ സമ്പത്തിനതറിയാം, കുറേയൊക്കെ കീഴ്വഴക്കങ്ങളും മര്യാദകളും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ രാജ്യം നടത്തിക്കൊണ്ട് പോകുന്നത്. എല്ലാം ഭരണഘടനയിൽ പറഞ്ഞിട്ട് മാത്രമല്ല. അദ്ദേഹം പറയുകയാണ്, ആന, ഹിന്ദു ചിഹ്നമായ ആനയെ നിങ്ങൾ എടുത്തു കളയുമോ? എന്താ അപ്പോൾ അതിന് മറുപടി പറയും? ഞാൻ ഈ വഴിയിൽ കാണുന്ന ആനയൊക്കെ ഹിന്ദുക്കളുടെ ആനയാണോ? ഹിന്ദു ആനകളാണ്. ശംഖ് എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഉള്ളതാണ്. തിരുവിതാംകൂർ രാജാവിൻ്റെ ചിഹ്നമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നെ നമ്മൾ ആ 3 ആനകളും സത്യമേവ ചെയ്ത് എന്ന് എഴുതി വെച്ചാൽ അത് മണ്ഡൂകോപനിഷത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാവുന്നതാണ്. സത്യമേവ ചെയ്ത് എന്ന് പറഞ്ഞതിൽ ആർക്കാണ് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? ആ വാക്ക് നമ്മൾ എടുത്ത് എന്നിട്ട് മണ്ഡൂകോപനിഷത്ത് മുഴുവനല്ല നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു വാക്ക് അത് നിയമമാണോ ചട്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. ചട്ടം നിർബന്ധമായിട്ടുണ്ടാകും. കേരള സർക്കാരിൻ്റെ ചട്ടം ഇന്നതായിരിക്കണം, കേരള സർക്കാരിൻ്റെ എംബ്ലം ഇന്നതായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി ചട്ടമുണ്ടായിരിക്കും. നിയമസഭയിൽ അത് ഉണ്ടായിരിക്കും. അത് വെച്ചാൽ മതി എന്നേ. അപ്പോൾ BJPക്ക് ഭൂരിപക്ഷമില്ലേ? കഴിഞ്ഞ ദിവസം ആരോ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ സവർക്കറുടെ പേര് ഈ നാഷണൽ എംബ്ലങ്ങളുടെ കൂട്ടത്തിൽ, ആ പേരുകളുടെ കൂട്ടത്തിൽ സവർക്കറുടെ പേര് കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ആരോ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. കോടതി പറഞ്ഞു സർക്കാരിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ടല്ലോ, ചെയ്യേ. എന്നിട്ട് ഈ നിങ്ങൾ പറഞ്ഞ ഭഗവത് ധ്വജം വെച്ച പിന്നെ അഖണ്ഡ ഭാരതം വെച്ച ഇതാണ് ഇന്ത്യയുടെ ഭാരതാംബ എന്ന് പറഞ്ഞ് നിയമം പാസ്സാക്കുക. എന്നിട്ട് അതവിടെ കൊണ്ടുവന്ന് വെക്കുക. അതിനകത്തൊരു മര്യാദയുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എതിർപ്പുണ്ടാവും, പക്ഷേ നിയമമാണെന്നെങ്കിലും പറയാം. കേരള സർക്കാരിൻ്റെ എംബ്ലം ഹിന്ദുക്കളുടെ ആനയെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ട ലോജിക്കുകൾ അത് കണ്ടുപിടിക്കണം. ഒരു ലോജിക്കും ഇല്ലാതായി പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അതിനൊന്നും ആവശ്യമില്ല. ഗവർണർ പോലും പറഞ്ഞത് അദ്ദേഹം സർക്കാരുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇനി വെക്കില്ല എന്ന് മറ്റോ പറഞ്ഞതായിട്ടാണ് ഞാൻ നേരത്തെ കണ്ടിരുന്നത്. BJPയുടെ ഇന്നത്തെ അവരുടെ പ്രതിഷേധ പ്രകടനമായപ്പോഴത്തേക്കും ആ സ്ത്രീയുടെ കയ്യിൽ ദേശീയ പതാക കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ സൗകര്യം പോലെ ചെയ്യും, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഷയല്ല. അത് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പോലും അത് കഴിഞ്ഞ ദിവസം ശ്രീ പ്രസാദും ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനത്തെ ഒരു സാധനം വെക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപതി ഇങ്ങനത്തെ ഒരു കാര്യം വെക്കാത്തത്? RSSകാരായിട്ടുള്ള മനുഷ്യർ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന രാഷ്ട്രപതി അദ്ദേഹം RSSുമായിട്ട് വളരെ അടുത്ത് RSSകാരനായിരുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു RSSകാരുടെ അഭിഭാഷകനായിരുന്നു, RSSകാരൻ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തന്ന എന്നാൽ പിന്നെ രാഷ്ട്രപതി ഭവനിൽ
ഈ അസംബന്ധം കൊണ്ടുപോയി എഴുന്നള്ളിച്ച് വെക്കാതിരുന്നത്? അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഭൂപടത്തെ വികൃതമാക്കി കൊണ്ടുവച്ചിട്ടുള്ള ഒരു സാധനം എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ കൊണ്ടുപോയി വെക്കാതിരുന്നത്? ഒരു മിനിമം മര്യാദ നമ്മുടെ നാടിനോട്ടുണ്ടാകണം. RSSകാർക്ക് പങ്കൊന്നുമില്ല രാഷ്ട്ര ചരിത്രത്തിൽ, അതിൽ ഭരണഘടനയിലൊന്നുമില്ല, ഭരണഘടന അംഗീകരിച്ചിരുന്നില്ല. ഈ ഭരണഘടന നമ്മുടെ ഇന്ത്യൻ ഈത്തോസിനെതിരാണ് എന്നൊക്കെ RSSകാർ പറഞ്ഞിട്ടുണ്ട്. അവർക്കതുകൊണ്ട് അതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നത് ശരിയാണ്. പക്ഷേ ആ ഭരണഘടന അനുസരിച്ചല്ലേ നിങ്ങൾ ഭരിക്കുന്നത്. അപ്പം പിന്നെ അതിനോടൊരു മിനിമം മര്യാദ കാണിച്ചുകൂടി. ഇനി ഭരണഘടന മാറ്റ്, നിയമം കൊണ്ടുവരും. നിയമം കൊണ്ടുവന്നിട്ട് ഇതാണ് ഈ അഖണ്ഡ ഭാരതം, ഈ ഭാരതത്തിൻ്റെ മാപ്പ് എന്ന് പറയുന്നതല്ല മാപ്പ്, മറ്റേ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശോട് കൂടിയതാണ്. എന്നിട്ട് ആ സ്ത്രീ മറ്റേ കാവി തുണി വെച്ച് കെട്ടിയതാണ്, ഇതാണ് ഭാരതാംബ നിയമം കൊണ്ടുപോകാം. കൃത്യമായ നിയമമുണ്ടല്ലോ ഇന്ത്യയുടെ എംബ്ലങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അതൊന്നുമില്ലാതെ, നിയമത്തിൻ്റെ സാങ്ഷൻ ഇല്ലാതെ, ചട്ടങ്ങളില്ലാതെ, പെരുമാറ്റ മര്യാദകളില്ലാതെ ഏതോ ഒരു പടം എവിടുന്നോ എടുത്തു കൊണ്ടുവന്ന് വെക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് പറയുമ്പം ഞങ്ങൾക്കിതാണ് സൗകര്യം എന്നല്ല അത് പറയേണ്ടത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശ്രീ ശിവൻകുട്ടിയുടെ ആ പ്രസ്താവന, ഈ ഗവർണർമാരെക്കുറിച്ച് മനുഷ്യരെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിയമസഭ, നമ്മൾ തിരഞ്ഞെടുത്ത നിയമസഭാംഗങ്ങൾ നിർമ്മിക്കുന്ന നിയമത്തിൽ ഒപ്പിടില്ല ഗവർണർ എന്ന് പറഞ്ഞപ്പം ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തകരടക്കമുണ്ട്, സീനിയറായിട്ട് ആൾക്കാരുണ്ട്. പിന്നെ ചാനലുകളിൽ വന്നിരുന്നുകൊണ്ട് ഗവർണറുടെ പ്രഷർ ഇല്ല എങ്കിൽ ഒരാൾ മന്ത്രിസ്ഥാനത്ത് തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു ഫിഗർ ഹെഡ് മാത്രമാണെന്നും അധികാരം എന്നുള്ളത് നിയമസഭയ്ക്കും മന്ത്രിസഭയ്ക്കുമാണെന്നും അവരാണ് ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടവരെന്നുള്ള ജനാധിപത്യത്തിൻ്റെ പ്രാഥമികമായ പാഠങ്ങൾ കുട്ടികളെയും പഠിപ്പിക്കണം, വലിയവരെയും പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഗവർണർക്കില്ലാത്ത അധികാരങ്ങളുണ്ടെന്ന് ഞാൻ ഈ ആർലേക്കറെ കണ്ടെടുത്തോളം, അദ്ദേഹത്തെ കണ്ടെടുത്തോളം ഞാൻ ഇതുവരെ അങ്ങനത്തെ അത് കണ്ടിട്ടില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവർണർക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരങ്ങളുണ്ട് എന്ന് അദ്ദേഹം ധരിച്ചു വശായിരുന്നു. അതുകൊണ്ട് ഭരണഘടനയിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഭരിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വ്യവസ്ഥകൾ കുട്ടികളെയും വലിയവരെയും പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതൊരു ഗംഭീര ഇനീഷ്യേറ്റീവാണ്. എത്രത്തോളം മൂല്യമുള്ളതാണ് നമ്മുടെ വോട്ട് എന്ന് മനുഷ്യരെ മനസ്സിലാക്കിക്കാനും അതുകൊണ്ട് കഴിയും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ശ്രീ ശിവൻകുട്ടിയുടെ നേരത്തെ ചോദ്യത്തിന് ഉത്തരം കൂടിയായിട്ടാണ് ഞാൻ പറയുന്നത്, ആ ഇനീഷ്യേറ്റീവ് ഒരു ഗംഭീര ഇനീഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ അധികാരം മുഴുവൻ മന്ത്രിസഭയ്ക്കും മന്ത്രിമാർക്കുമാണ് എന്ന് കഴിയുമ്പോൾ ഉത്തരവാദിത്വം അവർക്കാണ് എന്ന് വരും. അപ്പോൾ അവരോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും, അപ്പോൾ അവർ നമ്മളോട് ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ പരസ്പരം ഉത്തരവാദപൂർണമായ ഒരു റിപ്പബ്ലിക്കിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അധികാരത്തിലിരിക്കുന്നവർക്കും ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. എൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഞാൻ ഭരിക്കുന്നത് എന്ന് പറയാൻ ഒരു നേതാവിനും കഴിയില്ല എന്നുള്ള വസ്തുത നമ്മളുടെ പൗരന്മാർ മനസ്സിലാക്കിക്കാനുള്ള ഒരു ഗംഭീര ഇനീഷ്യേറ്റീവായിട്ടാണ് ശ്രീ ശിവൻകുട്ടിയുടെ പ്രസ്താവന എനിക്ക് തോന്നുന്നത്. അത് പഠിച്ചു വരുന്ന മനുഷ്യരുടെ അടുത്ത് ഇമാതിരി വർത്തമാനങ്ങൾ ആളുകൾ പറയില്ല. യെസ്, എനിക്ക് ഒരു മിനിറ്റിലൊരു ഇടവേളയിലേക്ക് പോകണം. പക്ഷേ അതിനു മുമ്പ് ശ്രീ ഷാബു പ്രസാദ്, എൻ്റെ ഒരു സംശയം ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ആളുകളുടെ തലയിലേക്കാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ വരാൻ പോകുന്നത്. ഈ പഠിപ്പിക്കുന്ന ആളുകൾ പറയാൻ പോകുന്നത് ഗവർണറുടെ ഈ അധികാരം ഇല്ലായ്മയെക്കുറിച്ചാണ്. അവർക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ്. അവരെ ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ, അവരുടെ വണ്ടിക്ക് മുമ്പിലേക്ക് ചാടുന്ന അവസ്ഥ ഉണ്ടാകുമോ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ? എല്ലാത്തിലും കേരളത്തിൽ പുതിയ വലിയ മഹാസാഹിത്യങ്ങളും മഹാകവികളെയൊക്കെ പുതിയ മഹാകവികളെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വേടൻ അങ്ങനെയുള്ളവരൊക്കെ, അതായത് ഗുപ്തൻ നായരെ പോലെയും ചെങ്ങമ്പുഴയെ പോലെയുള്ളവരെയൊക്കെ ഒക്കെ മാറ്റിയിട്ട് വേടനെ പോലുള്ളവരൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് വരുന്നു. ആ കൂട്ടത്തിലെ ഒരു മഹത്തായ വിദ്യാഭ്യാസ പദ്ധതി മാറ്റിയിട്ട് വേടനെ മാറ്റിയോ കണ്ടില്ല എന്നാണ് ഞാൻ മാറ്റിയിട്ട് വേടനെ കൊണ്ടുവച്ചോ? അതൊരു വല്ലാത്ത മനസ്സിലായി പോയി. അതെ, ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ കാര്യമാണ് പറഞ്ഞത്. എസ് ഗുപ്തൻ നായർ ഇല്ലാത്ത സിലബസിൽ വേടൻ ഇപ്പോൾ ഉണ്ട്. അല്ല, അത് മനസ്സിലായി. അതിലെ കാര്യം ഗുപ്തനാഥ സാറിന് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കാം. പക്ഷെ വേടനെ പഠിക്കേണ്ടത് തന്നെയാണല്ലോ. അത് പോട്ടെ, അത് വേറെ വിഷയം. ഞാനതിനെ അഭിനന്ദിക്കുന്നു ലാലെ, ഞാനതിനെ അഭിനന്ദിക്കുന്നു. വേടനെ പോലെയുള്ള ഇതിഹാസ തുല്യരായ മഹാകവികളെ തീർച്ചയായിട്ടും സംഭാവന ചെയ്ത കേരളത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റിയൊക്കെ ഇനിയും വരും തലമുറ അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെയുള്ള ആ മഹത്തായ വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് ഒറ്റ കാര്യം കൂടി, പ്രോട്ടോകോൾ ലംഘിച്ചു. അപ്പോൾ ശിവൻകുട്ടി എന്ന മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞ് പരാതി പറയാനിരിക്കുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. അതിലേക്കൊക്കെ പോണം എന്ന് തന്നെയാണോ ഇപ്പോ?
അല്ല, അവിടെ ഒരു കാര്യമുണ്ട്. ശിവൻകുട്ടിക്ക് അറിയാമായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ആ ചിത്രം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ശിവൻകുട്ടിക്ക് അറിയാമായിരുന്നു ഇത്. അപ്പോൾ തന്നെ ശിവൻകുട്ടിക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പോരാമായിരുന്നു. അല്ലാതെ ആ ചടങ്ങിൽ പങ്കെടുത്ത്, ആ ചിത്രം ഇരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് ആ സ്റ്റേജിൽ തന്നെ ഞാൻ ദാ ഇറങ്ങി പോവാണ് എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുന്നതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളത്. ശരി ശരി, 1.5 മിനിറ്റ് വീതം എല്ലാവർക്കും. ഡോക്ടർ സമ്പത്ത്, അപ്പോൾ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞ ഗവർണറുടെ ഒരു പരാതി മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പോകുന്നു എന്ന് കേൾക്കുന്നു. പ്രോട്ടോകോൾ എന്താണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? പ്രോട്ടോക്കോളിനെ സംബന്ധിച്ച് ഈ പ്രോട്ടോകോൾ ഈ ഏതെങ്കിലും ചട്ടവിരുദ്ധമായ കാര്യം അല്ല, നിയമവിരുദ്ധമായ കാര്യം, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളൊന്നും അല്ല. ഈ പ്രോട്ടോകോൾ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പാവപ്പെട്ട ആളുകളെല്ലാം വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. ഇവിടെ ഈ പല കാര്യങ്ങളും പറയുമ്പോൾ ശ്രീ ഷാബുവിനെ പോലുള്ള പല ആളുകളും പറയുന്ന അദ്ദേഹം അത് പറയുമെന്ന് വിചാരിച്ചു. ഈ ഭരണഘടനയിലെ പല കാര്യങ്ങളും വൈദേശികമാണ് എന്ന് നമ്മുടെ നാട്ടിൽ നിന്നല്ല ഇത് വന്നിട്ടുള്ളത്. ഏതാ ഈ ജനാധിപത്യം എന്നുള്ളത്, പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ളത്, അതുപോലെ തന്നെ ഈ പാർലമെൻ്ററി സമ്പ്രദായം എന്നുള്ളത്, ഇതെല്ലാം വൈദേശികമാണ്, പുറത്തുനിന്ന് വന്നാണ്. ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളത്, എല്ലാവരും തുല്യരാകുന്ന അവിടെ മാത്രമാണ്, വേറൊരിടത്തും നമ്മളാരും തുല്യരാകുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇതിപ്പോൾ ഇദ്ദേഹം പറയുമ്പോൾ ഗവർണർമാരെ സംബന്ധിച്ച് പറഞ്ഞു, ഈ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കൊണ്ടാടിയ ഒരു ഗവർണറുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചില ടെലിവിഷൻ മാധ്യമങ്ങൾ തുടരെ കൽബ് കീഴടക്കി ഗവർണർ, നവകേരള ഗവർണർ സദസ്സ്, ഒരു ഗവർണർ സെൽഫി, കേരളമറിഞ്ഞ് ഗവർണർ, ഹൽവ നുണഞ്ഞ് ഗവർണർ, കുഴഞ്ഞി പോലീസ്, ഗവർണറുടെ മധുര പ്രതികാരം, ഇന്നോട്ട് കോമയില്ല മധുര, ഉല്ലാസഭരിതനായി ഗവർണർ, മിഠായി തെരുവിലൂടെ ഗവർണർ വേറെ ലെവൽ, ഇത്തരത്തിൽ പല കാര്യങ്ങളിലും ശ്രദ്ധ നേടാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ അച്ഛൻ പണ്ട് മുട്ടറ്റം വെള്ളത്തിൽ ഇറക്കി വിട്ടു യാത്രക്കാരെ, അതുകൊണ്ട് പുത്രൻ അനന്തരാവകാശി അരേറ്റം വെള്ളത്തിൽ ഇറക്കി വിട്ടു എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ചുരിദാർ നമ്മുടെ കുട്ടികളൊക്കെ ഇടുന്നുണ്ട്, വീട്ടിലുള്ളവരും. ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് അതിങ്ങോട്ടേക്ക് വന്നത്. ചായ ചൈനയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ ഈ പൊറോട്ട ശ്രീലങ്കയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ്റെയും പിന്നെ ഇപ്പോഴത്തെ ബട്ടർ പനീർ മസാലയുടെ നേപ്പാളിൻ്റെയും, ഇത് ഈ ഭൂപ്രദേശങ്ങളെല്ലാം കൂടി ചേർത്തൊരു അഖണ്ഡ ഭാരതം എന്നുള്ള നിലയിലേക്ക് ഒരു ഭൂപടം, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ തെറ്റായി പ്രദർശിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു ഭരണഘടനാ സ്ഥാപനം എത്തുക എന്നത് ഭരണഘടനാ വിരുദ്ധം എന്നുള്ളതല്ല, അപകടകരമാണ്. കുറ്റകൃത്യമെന്ന് മാത്രമല്ല, അപകടകരമാണത്. ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെ തങ്ങളുടേതായി കാട്ടി മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിലെ ഇത്തരത്തിലുള്ള രാഷ്ട്ര ഭരണഘടനാപരമായിട്ടോ അല്ല രാഷ്ട്രത്തിൻ്റെ തലവന്മാരോ അത്തരത്തിലുള്ള ഭരണാധികാരികളോ പ്രദർശിപ്പിച്ചാൽ നമ്മുടെ സർക്കാർ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണോ ഇരന്ന് വാങ്ങേണ്ടത്? 201 രാഷ്ട്രങ്ങളുമായി ലോകത്ത് നമുക്ക് നയതന്ത്ര ബന്ധങ്ങൾ നമുക്കുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉള്ളതാണ്. പാകിസ്ഥാനെ പോലും ഇപ്പോഴും നമ്മൾ എനിമി നേഷനായി പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വളരെ മോശമാണ് എങ്കിൽ പോലും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ലോകത്തിന് മുമ്പിൽ വ്യക്തമാക്കി നമ്മൾ സമാധാനത്തിൻ്റെ പ്രതീകം, നമ്മുടെ നിലപാട് വ്യക്തമാക്കാൻ നമ്മൾ ചെയ്യുന്നുവെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു ഭരണഘടനാ സ്ഥാപനം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടവും അത് ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി ഓഫ് ദ നേഷനാണ്. അതിനെ ചോദ്യം ചെയ്യലാണ് സംഭവിച്ചിട്ടുള്ളത്. ശ്രീ ഷാബു പ്രസാദ്, അത് തന്നെയാണ് അതിലെ നിയമവിരുദ്ധതയും ഭരണഘടനാ വിരുദ്ധതയും. നമുക്ക് ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ, നമ്മൾ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ഭൂപടത്തിൽ ചൈനയും പാകിസ്ഥാനും കൈവശം വെച്ചിരിക്കുന്ന അവരുടെ ഭരണം നിലനിൽക്കുന്ന ഭാഗങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ്. അത് ചേർക്കാതെ കാണിച്ചാൽ കുറ്റകൃത്യമാണ്. ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാകിസ്ഥാന്റെയും കാശ്മീരിന്റെ മഹാഭൂരിപക്ഷം ഭാഗങ്ങളും പാകിസ്ഥാന്റെയും ചൈനയുടെയും കയ്യിലാണ് ഇരിക്കുന്നത്. അത് ചേർക്കാതെ ഭൂപടം ഇവിടെ പ്രദർശിപ്പിച്ചാൽ ജാമ്യമില്ലാതെ ജയിലിൽ പോകും. അല്ല, ഭൂപടത്തിൽ നമുക്ക് നിയമപരമായുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കാനും ഇരുത്താനുമുള്ള എല്ലാ അവകാശവും അധികാരവും നമ്മുടെ സർക്കാരിനുണ്ട്. അത് ചെയ്യുകയും വേണം. അങ്ങനെയാണ് നമ്മൾ കാത്തു സംരക്ഷിക്കേണ്ടത്. അതില്ലാന്ന് ഇങ്ങനെ വിളിച്ചു പറയരുത്. അപ്പം അഖണ്ഡ ഭാരത സങ്കല്പം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് അവരുടെ, ഞാൻ അവരെ അവരുടെ വഴിക്ക് വിടുന്നു, പോട്ടെ. അപ്പം അവർക്ക് അങ്ങനെ ചിന്തിക്കുക. കാര്യം ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം ഈ 47 ശേഷം മാത്രം ഉണ്ടായതാണ് എന്ന ഒരു പ്രത്യേക ലോകത്ത്, എന്ന ചിന്തയുടെ ലോകത്ത് ജീവിക്കുന്നവരോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെ ഞാൻ അവരുടെ വഴിക്ക് വിടുന്നു. എന്തായാലും ഞാൻ വിശ്വസിക്കുന്ന ഭാരതത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. അത് 40 ഓരോ കാലഘട്ടങ്ങളിൽ ഭരണക്രമം ഉണ്ടായിട്ടുണ്ട്. പല നാട്ടുരാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പല നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഭാരതം എന്നൊരു സങ്കല്പം ഇവിടെ. അത് കഴിഞ്ഞിട്ട് 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, 50 നമ്മുടെ ഭരണഘടന വന്നു.
ഇതൊക്കെ അറിഞ്ഞില്ലേ? അപ്പോഴൊക്കെ നമുക്കൊരു പതാകയുണ്ട്, നമുക്ക് മറ്റു ദേശീയ ചിഹ്നങ്ങളുണ്ട്. ഒറ്റ സെക്കൻഡ് ഷാബുവിന്റെ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അഖണ്ഡ ഭാരതത്തെക്കുറിച്ച് തർക്കത്തിനല്ല അതിനു മുമ്പുള്ള ചരിത്രമെല്ലാം നമുക്കിനി ബാധകമല്ല എന്ന് പറയുന്നതിനോടാ എനിക്ക് അല്ല, അതൊക്കെ നിയമപരമായ വേദികളിൽ നിയമപരമായ രീതികളിലൂടെ വരണം, ചട്ടങ്ങൾ അനുസരിച്ച് വരണം. ഞാൻ വരാം, അവസാനത്തെ ഒരു 10 സെക്കൻഡ് ഡോക്ടർ സമ്പത്തിന് വരാം. കെ ജെ ജേക്കബ്, താങ്കൾക്ക് 1 മിനിറ്റിൽ താഴെ. അദ്ദേഹം ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞുകൊണ്ട് കൃത്യമായ കാര്യം, അതായത് 1947 ഓഗസ്റ്റ് 15 30 കോടി ജനങ്ങളെ നമ്മൾ എവിടുന്ന് ഇറക്കുമതി ചെയ്തതല്ല, നമ്മൾ തന്നെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഓരോ സമയത്തും ഓരോ ഭരണക്രമമുണ്ട്, അതാണ് അതിൻ്റെ കറക്റ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ഭരണക്രമം എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഭരണഘടന ഇന്ത്യയുടെ മാപ്പ്, ഇന്ത്യയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തില്ലാത്ത സാധനങ്ങൾ ചേർത്ത് വെച്ച് ഇതാണ് ഞങ്ങളുടെ ഭാരതം എന്ന് പറയാൻ ഗവർണർക്ക് അധികാരമില്ല എന്നുള്ളൊരു പോയിൻ്റ് മാത്രമേ അതിലെനിക്കുള്ളൂ. ഇത് നമ്മുടെ തുടർച്ചയാണ്, നമ്മുടെ സങ്കല്പങ്ങൾ തുടർച്ചയാണ്. നമ്മുടെ ഉപനിഷത്തുകളും വേദങ്ങളും നമ്മൾ 1940 ശേഷം എഴുതിയതല്ല, നമ്മളതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം ഒരു പ്രാവശ്യം വായിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മളുടെ ഭരണക്രമം എന്നുള്ളത് ഒരു ജനാധിപത്യ ഭരണഘടനയുടെ കീഴിലാണ്. അതിലെന്തൊക്കെ വേണം, എന്തൊക്കെ ഇന്ത്യ എന്താണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അതിന് ഭൂപടമുണ്ട്, അതിന് നിയമപരമായ അംഗീകാരമുണ്ട്. അത് ലംഘിക്കാൻ ഒരു ഗവർണർക്കും അധികാരമില്ല എന്നുള്ള വളരെ ലളിതമായ കാര്യം മാത്രമേ ഇനി പറയാം. കൃത്യം 10 സെക്കൻഡ് ഡോക്ടർ സമ്പത്ത്. ഈ സംസ്ഥാനത്ത് ആർക്കും വ്യത്യസ്ത അഭിപ്രായമില്ലാതിരുന്ന ഒരു ഗവർണർ കാലാവധി പൂർത്തിയാക്കി അദ്ദേഹം കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോയി. താൻ കർഷക കുടുംബത്തിലാണ് പിറന്നത്, താൻ കൃഷിക്കാരനാണ് എന്ന് ഇപ്പോഴും പറയുന്ന ആ മനുഷ്യൻ, പേര് ജസ്റ്റിസ് പി സദാശിവം എന്നാണ്. ഈ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് പി സദാശിവം, അദ്ദേഹത്തെ കണ്ടു പഠിക്കണം ഗവർണർ. തീർച്ചയായിട്ടും പലതും പഠിക്കാനുണ്ട് നമ്മുടെ ഗവർണർ ഉൾപ്പെടെ എന്നാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. പഴയ ഗവർണർ ജസ്റ്റിസ് സദാശിവത്തെ ഓർക്കൂ എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ശ്രീ കെ ജെ ജേക്കബ് പറയുന്നത് കേട്ടു, ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് വായിക്കാൻ കൂടി പഠിച്ചാൽ മതി, ഒരു തവണ വായിച്ചാൽ മതി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന്. പക്ഷേ അതിനു മുമ്പ് ആ ഭരണഘടന ഒന്ന് എടുത്ത് ഒന്ന് വായിച്ചു നോക്കണം, ഒരു തവണയെങ്കിലും. അതാണ് ഏറ്റവും അത്യാവശ്യം. ഇല്ലെങ്കിൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി. അത് വേണ്ടി വരുമോ? എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ സമ്പത്ത്, ഷാബു പ്രസാദ്, കെ ജെ ജേക്കബ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.